ടച്ചിലിരുന്നത്. അപ്പോൾ അർജുൻ ഇവിടെ എവിടെയെങ്കിലും കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അതെ ചേട്ടാ, ആ സ്റ്റുഡൻസ് എല്ലാം ഇപ്പം ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ 7 മണിയായിരുന്നു ടൈം കൊടുത്തിരുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ മ്യൂട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ ഐ എൻകറേജ് യു ടു ടേൺ ഓൺ ദ വീഡിയോ. അപ്പോൾ എനിക്ക് കുറച്ച് ഫേസസും കുറച്ച് എക്സ്പ്രഷൻസും ഒക്കെ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ കുറേ ടൈൽസ് മാത്രമേ കാണുന്നുള്ളൂ സംസാരിക്കാനായിട്ട്. പിന്നെ ഞാനിങ്ങനെ ഒരു അല്പം ഏങ്കോണിച്ചായിരിക്കും നോക്കുന്നത്, കാരണം എൻ്റെ ക്യാമറ ഒരു സൈഡിലാണ് ഇരിക്കുന്നത്, വെബ് ക്യാം ആണ്. അപ്പോൾ ഞാൻ വേറൊരു മോണിറ്ററിലോട്ടാ, പക്ഷേ ഐ എം സീയിങ് യു ഗൈസ്. ചാറ്റ് നിങ്ങൾ ഓക്കെ. ഗോകുൽ മൈക്ക് ഈസ് മ്യൂട്ടഡ്. നിങ്ങളെല്ലാവരും ചെങ്ങന്നൂർ അടുത്തൊക്കെയാണോ, അതോ ഒരാൾ? ഹലോ അർജുൻ, ഞാൻ പ്രോഡക്റ്റിന്റെ ഫാക്കൽറ്റി ഇൻചാർജ് ആണ്. എൻ്റെ പേര് സൈലിഷ് എന്നാണ്. നമസ്കാരം സർ. പക്ഷെ അർജുൻ അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഞാൻ കരുനാഗപ്പള്ളി ആയിരുന്നു. ഞാൻ ചെങ്ങന്നൂരേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ടൊരു 3 വർഷം കഴിയുന്നതേ ഉള്ളൂ. ഓക്കെ. എനിവേ ഹാപ്പി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് കോളേജിലേക്ക് അധികം വരാൻ പറ്റിയിട്ടില്ല. എൻ്റെ വീട് തിരുവല്ലയാണ്. അപ്പോൾ തിരുവല്ലയിൽ വരുമ്പോഴൊക്കെ ഞാൻ പറ്റുമ്പോഴൊക്കെ കോളേജിൽ വരാറുണ്ട്. കഴിഞ്ഞ കുറച്ചാളായിട്ട് ഒന്നാമത് നാട്ടിലേക്ക് വരുന്നത് കുറഞ്ഞു, കോവിഡിന്റെ ഇത് കാരണം. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ജസ്റ്റ് ആ കോവിഡ് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കോളേജിലേക്ക് വന്നില്ല. പിന്നെ വരുന്ന സമയത്ത് കോളേജിൽ എക്സാംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ വരില്ല. സ്റ്റുഡൻസ് അവരുടെ തിരക്കിലായിരിക്കും. അതുകൊണ്ടാ സാറിന് ഇതുവരെ കാണാൻ, പക്ഷെ കണ്ടതിൽ സന്തോഷം. താങ്ക്സ് ഫോർ ഹാവിംഗ് മീ ഹിയർ. ഓക്കെ അർജുൻ, നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് തോമസ് സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ അർജുൻ. സാർ, ഗുഡ് മോർണിംഗ് അർജുൻ. ഗുഡ് ഈവനിങ് സർ. Okay. Good morning to you at US. We have got about 7 o'clock in the evening. Yeah. ഞാൻ ഐ എം ഇൻ ദ ഈസ്റ്റേൺ സോൺ. അപ്പോൾ എനിക്ക് 9:30 കംഫർട്ടബിൾ ടൈം ആണ്. Okay. Thanks for taking out the time, sir. Okay, thank you very much. We are really proud of you. Thank you. He is actually proud of you. We are actually waiting for this particular occasion, and we would like to hear more from you in future also. Thank you. ഒത്തിരി ക്രെഡിറ്റ്സ് പോകേണ്ടത് എൻ്റെ ടീമിനാണ്. ഫോർ നൗ ഐ എം ടേക്കിംഗ് ദ ക്രെഡിറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദം. കാരണം അവരെ ഇത് മുഴുവൻ ബിൽഡ് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒരാളെന്നേ ഉള്ളൂ. പക്ഷേ അപ്രീഷിയേറ്റ് ഇറ്റ്. ഐ എം ഓൾസോ വെരി ഹാപ്പി വിത്ത് ദ വേ തിങ്സ് ആർ ടേണിംഗ് ഔട്ട് സോ ഫാർ. നിങ്ങളെ സ്റ്റുഡൻസ്, നിങ്ങൾ ജോയിൻ ചെയ്തവരൊക്കെ നിങ്ങൾക്ക് എവിടുന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്? ശ്രീഭാഗ്യ, താങ്ക് യു. ഗുഡ് ടു സീ. സാർ എന്നൊന്നും വിളിക്കേണ്ട, അർജുനോ അർജുൻ ചേട്ടാ വിളിക്കാം. നിങ്ങളൊക്കെ എവിടുന്നാണ് ജോയിൻ ചെയ്യുന്നതെന്ന് മെസ്സേജിൽ അയക്കുമോ? ഏത് സ്ഥലത്തു നിന്നൊക്കെയാണ് ഇപ്പോ? ഞാൻ മാവേലിക്കരയാണ്, ചെത്തോളങ്ങര. ശ്രീഭാഗ്യ എന്നാണ് പേര്. ഈസി ഡിപ്പാർട്ട്മെന്റ്, സെക്കൻഡ് ഇയർ. ഓക്കെ, ഞാനും ഈസി ആയിരുന്നു. അർജുൻ, ഗുഡ് ടു സീ യു. ഗുഡ് ടു സീ യു ചേട്ടാ. ഞാൻ ആറന്മുളയിൽ നിന്നാണ്. ഞാൻ എൻ്റെ സൂം ഇൻഫോയുടെ സിഇഒയ്ക്ക് മിനിഞ്ഞാന്ന് ഒരു ആറന്മുള കണ്ണാടി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. എൻ്റെ ബ്രദറിൻ്റെ നാട്ടിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ പുള്ളിയോട് പറഞ്ഞൊരു ആറന്മുള കണ്ണാടി കൊണ്ടുവന്നു, കാരണം ഇറ്റ്സ് സ്പെഷ്യൽ ഹിയർ, റൈറ്റ്? ലൈക്ക് ഇവർക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്. സോ ഐ വാണ്ടഡ് സംതിങ് സ്പെഷ്യൽ. സോ ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആറന്മുള കണ്ണാടി മേടിച്ച് പുള്ളിക്ക് ഗിഫ്റ്റ് ചെയ്തു മിനിഞ്ഞാന്ന്. ഹി വാസ് പ്രിറ്റി എക്സൈറ്റഡ്. അതേഴ്സ്, നിങ്ങൾക്ക് ഒന്നുകിൽ ഓപ്പൺ ചെയ്ത് മ്യൂട്ട് മാറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ സൈഡിൽ മെസ്സേജ് ചെയ്യാം. അർജുൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ചേട്ടാ. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവൈറ്റ് സ്വീകരിച്ച് വന്നതിന് തന്നെ നന്ദി. ആ ഒരു തിരക്കിലും സീസിൽ നിന്ന് വിളിച്ചാൽ എന്തായാലും ഞാൻ വരും. അതിന് വലിയ ഇതൊന്നുമില്ല. അൺലെസ് ദിസ് ഇസ് സംതിങ് ഭയങ്കര ഇതായിട്ട് ഹാപ്പൻ ചെയ്യുന്നില്ലെങ്കിൽ ഐ വിൽ ഓൾവേസ് ഫൈൻഡ് ടൈം. എത്ര പ്രാവശ്യം വേണേലും വരും, നോ പ്രോബ്ലം. അർജുൻ ഇല്ല, ഇവിടത്തെ അർജുന, ഇപ്പോഴും പഠിക്കുന്ന അർജുനെയാ വിളിക്കുന്നത്. പറഞ്ഞോളൂ സാർ.
അതെ, നിങ്ങൾ ഈ ആദ്യം എല്ലാവരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അർജുനന് ഒരു ഫെമിലിയാരിറ്റി വരും, എല്ലാവരും തമ്മിൽ ഒരു ഇന്റിമസി വരും. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ തുടങ്ങി വേഗം വെച്ചോ, കൂടുതൽ നീട്ടണ്ട. ഞാനൊരു അല്പം കഴിയുമ്പോൾ ഞാനങ്ങ് ലെഫ്റ്റ് ആവും. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കൊരു വേറൊരു ചെറിയ കാര്യമുണ്ട്. നിങ്ങൾ സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ചാൽ മതി. ജേക്കബ് സാറ് എത്ര ഫുള്ള് ചിലപ്പം കേൾക്കും. സാറിന് ഇതൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ് ജേക്കബ് സാറ്. പിന്നെ ശൈലേഷ് പ്രോഡക്റ്റിന്റെ ആളായിരുന്നു, ശൈലേഷ് ഇരിക്കുമായിരിക്കും. അർജുൻ പഴയ ക്ലാസ് ക്ലാസ് എടുക്കുന്ന അർജുൻ. അയ്യോ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി അർജുൻ. ഇത് ആ കൺഫ്യൂഷൻ ആണ് രണ്ട് അർജുനും. അപ്പൊ അർജുൻ, ഞാനങ്ങ് ഒന്ന് ലെഫ്റ്റ് ആവുവേ. കാര്യം ഫാക്കൽറ്റി എന്നുള്ളതിൽ അർജുന് പഠിക്കുന്ന ഞാനേ ഉള്ളൂ. ഇപ്പൊ ശൈലേഷ് സാറും ജേക്കബ് സാറും പുതുമുഖങ്ങളാണെന്ന് പറയും ചിലപ്പോ. അർജുനെ അവരുണ്ട്. അപ്പം കാര്യങ്ങള് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാ സ്റ്റുഡൻസും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ തുടങ്ങി വേഗം തീർക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ സാർ. അതിന്റെ ഇടയ്ക്ക് ദീപ മിസ് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അർജുനെ കാണാനായിട്ട് ഞാനിവിടെ ഒന്ന് ജോയിൻ ചെയ്തതാണ്. ദീപ ജോയിൻ ചെയ്തോ? അത് ശരി. അർജുനെ ഒന്ന് കാണണം എന്ന് തോന്നി, ഇന്ന് കേൾക്കണം എന്ന് തോന്നി അർജുന്റെ. എപ്പോഴും എന്ത് ചോദിച്ചാലും അർജുൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാറുണ്ട് അല്ലേ, എല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും. ഈസിയിൽ നിന്ന് എന്ത് ചോദിച്ചാലും അത് അത്രയും ഞാൻ മിസ്സിന്റെ നോട്ട് അയച്ചതിന്റെ അകത്ത് എഴുതിയതെല്ലാം സത്യമായിട്ടുള്ള കാര്യം. ഐ എം വെരി ഇൻഡപ്റ്റഡ് ടു CEC. എന്റെ ആ 4 years ഭയങ്കര പ്രൊഫൗണ്ട് ഇമ്പാക്ട് ആയിരുന്നു എന്റെ ലൈഫിലും എന്റെ കരിയറിലും ഒക്കെ. അപ്പോ ഐ കീപ് ഇറ്റ് വെരി ക്ലോസ്. അതുകൊണ്ട് എപ്പോ ആര് വിളിച്ചാലും, അത് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒക്കെ പിങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് അർജുൻ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോളൂ ശ്രീഭാഗ്യ. So good evening to all. I heartily welcome everyone to our first event of Product Start Here. Product Design and Development Center. It's a common platform for both electronic and computer science students. Being the first forum of CEC, Product has contributed immensely to the overall development of the students as competent engineers. So first of all, it's my immense pleasure to welcome Dr. Jacob Thomas, the principal of our college, who always paves us the path to success. I would also like to welcome our Shailesh sir, our staff in charge, who keeps on motivating us, and our teachers, HODs, Madhu sir, and all. And especially, I would like to welcome the chief guest of the day, Arjunar Pillai, Arjun Chetan, our dearest alumnus and founder of Profoundus, and currently the CEO of Incent.ai, a man who is extremely passionate, daring, and committed to what he does. So today, we have Arjunar Pillai to share some time with us. First of all, let's hear some words from our principal. Sir, the meet is all yours. Okay, good evening to all. Professor Madhu sir, Professor Shailesh, Dr. Deepa, Dr. Bindu, faculty members, product executive members, and chief guest of the day, Mr. Arjunar Pillai. Good evening to one and each and everybody. Like 1.3 billion of Indians proud about Neeraj Pillai. CEC fraternity is proud of Arjunar Pillai for his exemplary work. Okay, that shows his determination, his courage, his persistence with what he is actually doing. We are all coming from middle class people, middle class family, and Arjunar Pillai has got the courage to start a startup, and it has come out with flying colors. First he started Profoundus, now later it was taken over. Again, he started one more company called Incent.ai that was also taken over. And last meeting, say one of the top meeting in entrepreneur cell of Kerala, when I talked about the CEC, College of Engineering, you got again the Arjunar Pillai, who is actually doing exceedingly well, and you have got that particular what is known as the history of starting startups and other things. At that moment, I was really proud about all the CECians, as well as especially
Mr. Arjun Arpilli. So we are all waiting for his words, encouraging words, motivating words from Arjun Arpilli. Like he said, he's always like to hear from CEC, and he's indebted to CEC very much. And we are also very much proud about CEC, especially our alumni are actually doing exceedingly well. And we would like to hear more from our alumni, especially at this time, at the time of our admissions are going on, about to start. And we would like to hear more interactions from our alumni like today. And thank you, Product, for coordinating for this this particular online meeting. And we would like to have more meetings like this thing. I wish all the very best. Thank you, Arjun, once again. Thank you so much, sir. So let's hear some words from Shailesh, sir. Okay, respected principal, respected HODs, professors, my colleagues, my dear students, and today's special guest, Arjun Arpillai. And a very good evening to all of you. And I think, in fact, good morning to Arjun, because he's on the other part of the globe. And first of all, let me congratulate Arjun for his achievement, the tremendous achievement he has got. And we are all proud of you as CECNs. All the students are actually proud of you. That's why they have such an enthusiasm to call you for such a program. Anyway, alumni interactions are always encouraging and giving motivation to the students. They can actually interact with so many eminent personalities, entrepreneurs, scientists, or whoever it may be. But when we are interacting with an alumni, like especially a prestigious alumni like you, it is always special, because when the students are seeing an alumni, they are actually having some tint of their future in you. Because when they are seeing an alumni, they will be projecting themselves into that alumni, and actually their dreams will be getting some wings. And I think this is such a moment, and I actually want all the students to interact with person Arjun and actually get some innovative ideas from him. And once again, I congratulate Arjun for all these achievements he has obtained, and all the best for a better future. Okay, thank you all. So now, the meet is all yours. Thank you, everyone. Thank you, Dr. Jacob sir, and all the other professors and teachers, and thanks to the students for taking out the time. It's a Saturday evening for you, so appreciate you taking the time. എല്ലാവർക്കും മലയാളം മനസ്സിലാവുമല്ലോ അല്ലെ? Is there anybody who doesn't understand മലയാളം? കുറച്ച് നമുക്ക് മംഗ്ലീഷിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പറയാം എന്ന്. Okay, looks like everyone understands മലയാളം. Good. സോ ഈ ഒരു കറക്ഷൻ ഉണ്ട്. എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ടൈറ്റിൽ CEO ഓഫ് ഇൻസെന്റ് അല്ല. ഇൻസെന്റ് എന്ന് പറയുന്ന കമ്പനി ഐ സോൾഡ് ഇറ്റ് ടു എ കമ്പനി കോൾഡ് ZoomInfo. അപ്പോൾ ഞാനിപ്പോൾ ZoomInfo എന്ന് പറഞ്ഞ കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അത് ജൂൺ 7 വരെയായിരുന്നു ഇൻസെന്റ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇൻസെന്റ് ഇസ് എ സബ്സിഡിയറി ഓഫ് ZoomInfo. സോ ചെറിയ കറക്ഷൻ ആണ്, ബട്ട് ഐ സ്റ്റിൽ വാണ്ടഡ് ടു സേ. ശൈലേഷ് സാർ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അലുമിനയെ കാണുമ്പോഴത്തേക്ക് ദ ഓൺലി ഡിഫറൻസ് ഇസ് ഞാൻ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന പൊസിഷനിൽ കുറച്ച് വർഷം മുമ്പ് ഇരുന്നാണ്. എക്സാക്ട്ലി ദ സെയിം വേ, റൈറ്റ്? നിങ്ങളിപ്പോ ഓൺലൈൻ സൂമിലിരിക്കുന്നു, ഞാൻ കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നു. എൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നു. എക്സാക്ട്ലി ദ സെയിം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഈ സംസാരിക്കുന്നതിലും നമ്മുടെ ഈ ഇന്ററാക്ഷനിലും what I'm hoping to
ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താ ഒരു സിൽവർ ബുള്ളറ്റ് ഫോർ സക്സസോ അതൊന്നും എൻ്റെ കയ്യിലും ഇല്ല, ആരുടെയും കയ്യിലില്ല. പക്ഷെ I am hoping that what you could probably take from this whole thing after the time that we spent together is നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാള് കുറച്ച് നാൾ മുമ്പ് നടന്ന് തുടങ്ങിയ ഒരു വഴിയിൽ ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും പല പല വഴികളിൽ കൂടെ, അതിപ്പോൾ ഞാൻ നടന്ന വഴി ആവണമെന്നില്ല, അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നടന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ കരിയർ പേവ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുക. That's all I'm hoping for, right? The ability for you to relate with a person like me. That is probably the thing that you will get from the session. പിന്നെ ഈ ടോക്കിന്റെ പേര് ടോക്ക് വിത്ത് അർജുൻ എന്നാണ്, ടോക്ക് ഫ്രം അർജുൻ എന്നല്ല. വിച്ച് മീൻസ് I don't want to go into a monologue. ഇങ്ങനെ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് നിങ്ങളെല്ലാവരും രാത്രി കിടത്തി ഉറക്കാനുള്ള ഒരു പ്ലാൻ എനിക്കില്ല. സോ ഐ ക്യാൻ കിക്ക് ഓഫ് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് മൈ സ്റ്റോറി. എന്താണ് സംഭവിച്ചത് കോളേജിനെ കുറിച്ചും എൻ്റെ കുറച്ച് കോളേജിന്റെ ഫേസും അത് കഴിഞ്ഞുള്ള എൻ്റെ ഫേസും ഞാൻ അധികം സമയം എടുക്കാതെ പറയാം. പക്ഷേ ഐ വുഡ് ലൈക്ക് യു ടു യൂസ് ദിസ് ടൈം മോർ എഫക്റ്റീവ്ലി, റൈറ്റ്? അപ്പോൾ ചാറ്റ് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളും ചോദിക്കാം. നിങ്ങളുടെ ഇപ്പം ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നതിന് അഗെയിൻ നിങ്ങളുടെ ഈ ചാറ്റിൽ ഉത്തരം പറഞ്ഞാൽ വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഇതിൽ എത്ര പേര് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ? ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ ഐ ഗെറ്റ് എൻ ഐഡിയ ഓഫ് ഏത് ക്രൗഡാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലാവും. അതിനനുസരിച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാം. 1 2 1 1 ഓക്കെ. ഇതുവരെ ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ്, സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ്, സെക്കൻഡ്, ഓക്കെ. Okay, it's a pretty good mix of 1, 2 and 3 with a കുറച്ച് കൂടുതൽ ഫസ്റ്റ് ഇയേഴ്സ് ആണ്. അർജുൻ, ശ്രീഭാഗ്യ, is that a true assumption? Yes. Yeah, true. Okay, perfect. Okay, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഞാൻ ജസ്റ്റ് തുടങ്ങുന്ന സമയം തൊട്ട് പറയാം. കോളേജിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങൾ കാണുന്ന കോളേജല്ല ഞാൻ കണ്ട കോളേജ്. നിങ്ങൾക്ക് ആ ഫുൾ പെൻറ്റഗണും എല്ലാം വൃത്തിയായിട്ടിരിക്കുന്ന കോളേജാണ്. നിങ്ങളുടെ പഴയ കോളേജിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ കയറി വരുമ്പോൾ ഒരു പെൻറ്റഗൺ, അതിനിപ്പുറത്ത് നമ്മുടെ ഒരു വള്ളിയൊക്കെ തൂങ്ങിക്കിടക്കുന്ന കറുത്ത് കിടക്കുന്ന ഒരു കോൺക്രീറ്റ് ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചറിലേക്കാണ് ഞാൻ കയറുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് തിങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് പലരും അത് കണ്ടിട്ട് അങ്ങനെയാണല്ലോ എൻ്റെ കോളേജ് എന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കണ്ടിട്ട് ഓക്കെ ഇതാണ് കോളേജ് അല്ലേ, ഓക്കെ. എനിക്ക് അത് ഒരു പ്രോബ്ലം ആണെന്ന് പോലും മനസ്സിലാക്കാനുള്ള വിവരമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിലേക്ക് കയറി വന്നു. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇസ് 2010 ബാച്ച്. ഞാൻ 2010 ബാച്ചിലാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബാച്ചസ്, CECയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ബാച്ചസ് ആയിരുന്നു 2010 ബാച്ച്. എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് സ്മാർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ഒരു സംഭവത്തിൽ മാത്രമല്ല. സ്പോർട്സിൽ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ളവരുണ്ട്, ആർട്സിൽ ഭയങ്കര, മ്യൂസിക്കിൽ ഭയങ്കര, ഓർഗനൈസിങ് എബിലിറ്റിയിൽ, ലീഡർഷിപ്പ് എബിലിറ്റിയിൽ, അങ്ങനെ കുറെ അമേസിങ് ആൾക്കാരുടെ കൂടെയാണ് എനിക്ക് എൻ്റെ ബാച്ച് 2006 to 2010 ചെയ്യാൻ പറ്റിയത്. വിച്ച് ഐ കൺസിഡർ ടു ബി എ ബിഗ് പ്രിവിലേജ്. അത് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ എക്സൽ ചെയ്യുമ്പോഴാണ് നമുക്കും എക്സൽ ചെയ്യാനായിട്ട് തോന്നുന്നത്. അങ്ങനെ ഞാൻ കോളേജിലേക്ക് കയറി വരുന്ന എന്നെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കും, അത്യാവശ്യമൊക്കെ പഠിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഐ ഡിഡ്ന്റ് നോ ഐ ഹാഡ് എനി കൈൻഡ് ഓഫ് മാനേജ്മെന്റ് സ്കിൽ. ഐ കുഡിന്റ് സ്റ്റിച്ച് എൻ ഇംഗ്ലീഷ് സെന്റൻസ് ടുഗെദർ. IIT എന്ന് പറയുന്ന ഒരു ഇടം ഉണ്ടെന്നും ആ IIT എന്ന് പറയുന്ന ഒരു വലിയ കോളേജ് ആണെന്നുള്ള അറിവ് തന്നെ എനിക്ക് കിട്ടുന്നത് എൻ്റെ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ തീരുമ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ കോളേജിലേക്ക് കയറി വരുന്നത്. സോ ഇറ്റ് ഇസ് വെരി വെരി, മുമ്പ് ജേക്കബ് സാർ പറഞ്ഞ പോലെ വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ഐ കം ഫ്രം. തിരുവല്ലയിലാണ് വീട്. കോളേജിൽ കയറി വന്ന് ഓരോരുത്തരും നമുക്ക് നമ്മുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് കുറെ ഇൻസ്റ്റൻസസ് കിട്ടും. ഒബ്വിയസ്ലി നിങ്ങൾ ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ടേണിംഗ് പോയിന്റ് ആണെന്ന്. കുറച്ച് നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വാവ് ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിന്റ് എന്ന് തോന്നും. എൻ്റെ കേസിൽ അത് സംഭവിച്ചത് IEEEയുടെ അവയർനെസ് സെഷൻ ആയിരുന്നു. IEEEയുടെ അവയർനെസ് സെഷനിൽ മിഥുൻ സ്നേഹ എന്ന് പറഞ്ഞ എൻ്റെ സീനിയർ, പുള്ളി അമേസിങ് സ്പീക്കറാണ്. പുള്ളി കുറെ കാര്യങ്ങൾ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പുള്ളി ലാസ്റ്റിൽ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞു, യു ക്യാൻ ഡു യുവർ തിങ്സ്, യു ക്യാൻ ഡു തിങ്സ് ഓൺ യുവർ ഓൺ. ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞു. ആ ഒരു സെന്റൻസ് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. അത് കണ്ടുകൊണ്ട് ഞാൻ IEEE ജോയിൻ ചെയ്തു. അതിപ്പം IEEE എൻ്റെ കേസിൽ IEEE ആയിരുന്നു. പ്രോഡക്റ്റ് ആവാം, വേറെ ഏത് ഓർഗനൈസേഷനും ആവാം. അത് ദാറ്റ് ഗീവ്സ് യു എ പ്ലാറ്റ്ഫോം ടു ഡു തിങ്സ്. അതാണ് എൻ്റെ ഫണ്ടമെന്റൽ.
IEEEയിൽ എൻ്റെ ആദ്യത്തെ വോളണ്ടിയറിങ് ആക്ടിവിറ്റി നമ്മുടെ സെൻട്രൽ കോർട്ടിലെ മുട്ടായി കടലാസ് പെറുക്കുക എന്നുള്ളതായിരുന്നു. അക്രഡിറ്റേഷൻ വരുന്ന സമയമായിരുന്നു ആ സമയത്ത്. അപ്പം ചേട്ടന്മാർ പറഞ്ഞു, മുട്ടായി കടലാസ് എടുക്കുന്ന പെറുക്കുക എന്ന് പറഞ്ഞു. അതായിരുന്നു ആദ്യത്തേത്. അത് പെറുക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജിന്റെ പുറകിലായിരുന്നു IEEE ലൈബ്രറി. അത് ഇപ്പം മുകളിലാണോ നടത്തില്ല, പിന്നെ അത് 5th ഫ്ലോറിലേക്ക് മാറിയായിരുന്നു. അത് അവിടെ 2 വലിയ ഷെൽഫ് ഇരിപ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഭയങ്കര വെയിറ്റ് അതിന്. ഞങ്ങളൊരു 10-12 പേര് അത് പൊക്കി ഈ 5 നില മുകളിലോട്ട് കയറ്റി. അതായിരുന്നു സെക്കൻഡ് വോളണ്ടിയറിങ് ആക്ടിവിറ്റി. പിന്നെ അവിടെ കയറി ആ ലൈബ്രറി ബുക്ക് രജിസ്റ്ററിൽ എൻട്രി ചെയ്യുക എന്നുള്ളതായിരുന്നു തേർഡ് വോളണ്ടിയറിങ് ആക്ടിവിറ്റി. ഒരു ദിവസം ഞാൻ ആ ബുക്ക് എൻട്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കോളേജ് ടൈം കഴിഞ്ഞു, 5 മണിയോ 5:15 ഏതാണ്ടായി. അപ്പോൾ ചേട്ടന്മാർ വന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ അവർ ചേട്ടാ നിനക്ക് വീട്ടിൽ പോകണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് തീർത്തിട്ട് ഇപ്പോൾ പോകാൻ ചേട്ടാണ്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻസിൽ അവർക്ക് തോന്നി ഓക്കെ ഇവൻ എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുത്തരാണ്. അങ്ങനെയാണ് ഒരു പ്രാവശ്യം IEEEയുടെ ഒരു ഇവന്റ് നടന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞേട്ടാ നീ പോയി അറ്റൻഡ് ചെയ്യാൻ കോളേജിന് വെളിയിൽ. അങ്ങനെ ഞാൻ സെന്റ് ജോസഫ്സ് പാലയിൽ പോയി ആ ഇവന്റ് അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ എനിക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു, പക്ഷെ അവിടെ ഒരു റോൾ കോൾ നടന്നു. ഇങ്ങനെ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ 3 ഡിസ്ട്രിക്ട്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു IEEE വോളണ്ടിയർ വേണം എന്ന്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരു ഗുണം എനിക്കുള്ളതെന്ന് വെച്ചാൽ CECക്ക് ഒരു റിച്ച് ലെഗസി ഓൾറെഡി ഉണ്ട്. IEEEക്കകത്ത് എസ്പെഷ്യലി CECക്ക് ഒരു ഭയങ്കര റിച്ച് ലെഗസി ഉണ്ട്. അപ്പൊ CEC എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഭീകര ആൾക്കാരാണ്. ബെസ്റ്റ് കൗൺസിലർ അവാർഡ്, ലാരി കെ വിൽസൺ അവാർഡ്, അതൊക്കെ ഓൾറെഡി നമ്മുടെ കോളേജിലുണ്ട്. നമ്മൾ CEC എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും നമ്മൾ അപ്പൊ അതുണ്ട് ഓൾറെഡി. അപ്പൊ നമ്മുടെ സീനിയേഴ്സ്, അന്ന് ഷോൺ ചേട്ടൻ എൻ്റെ സീനിയർ, ഈസ് ഓൾറെഡി പാർട്ട് ഓഫ് ദ കേരള സെക്ഷൻ എക്സിക്യൂട്ടീവ്. അപ്പോൾ ആർക്കൊക്കെ താല്പര്യം ഉണ്ടെന്ന് വെച്ചു. ഞാനും കൈപൊക്കി, വേറെ 2 പേര് കൈപൊക്കി. താങ്ക്ഫുള്ളി എനിക്ക് ആ റോള് കിട്ടി. അങ്ങനെയാണ് എൻ്റെ എന്താ ഒരു എക്സ്പോഷർ എന്ന് പറയുന്ന സാധനം. ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ എക്സ്പോഷറാണ്. നമ്മൾ സ്മാർട്ട്നെസ്സോ IQ ലെവലോ അതൊന്നുമല്ല, എക്സ്പോഷറാണ് വൺ ഓഫ് ദ ബിഗസ്റ്റ് തിങ്സ്. ഈ ആൾക്കാർ പറയല്ലോ ഗോ ട്രാവൽ, ആൾക്കാരെ മീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ്, അതെല്ലാം ഫണ്ടമെന്റലി ബോയിൽസ് ഡൗൺ ടു എക്സ്പോഷർ. നിങ്ങൾ ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നു, എത്ര പേരെ മീറ്റ് ചെയ്യുന്നു, അവരിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നു. എനിക്ക് ആ എക്സ്പോഷർ തന്നത് CECയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നോണ്ട് IEEEയിൽ നിന്നോണ്ട് ഞാൻ ആദ്യം ഈ പറഞ്ഞ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ റെപ്രസെന്റ് ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് കേരള റെപ്രസെന്റ് ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 3rd ഇയറിൽ ഒരു IEEEയുടെ ഒരു പ്രപ്പോസൽ കോൾ. എൻ്റെ ഒത്തിരി കാര്യങ്ങൾ IEEE സ്പെസിഫിക് ആയിരിക്കും, കാരണം ഞാൻ അതിനെയാണ് എൻ്റെ പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്തത്. പ്രോഡക്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിലും, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും, പ്രോഡക്റ്റിൽ അഗെയിൻ എൻ്റെ ബാച്ച് വാസ് വെരി സ്മാർട്ട്. ദർ വെർ പീപ്പിൾ ഹു വർ ഡൂയിങ് സ്പെസിഫിക് തിങ്സ് ഓൺ പ്രോഡക്റ്റ്. ഞാൻ IEEE, കുറച്ച് പേര് ആർട്സ്, കുറച്ച് പേര് സ്പോർട്സ്, കുറച്ച് പേര് മറ്റേ നമ്മുടെ കോളേജിന്റെ സെനറ്റ്, അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ബാച്ചായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ, ഇപ്പം ബാസ്കറ്റ് ബോൾ കോർട്ട് ബാക്കിലെടുത്തത് കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആണോ? നിങ്ങൾ യൂസ് ചെയ്യാറൊക്കെ ഉണ്ടോ ആരെങ്കിലും? ഗൈസ്, നിങ്ങളൊക്കെ ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ബട്ട് ഓഫ് കോഴ്സ് ഞങ്ങള് വന്നപ്പോ അവിടെ മുഴുവൻ കാട് കയറി കിടക്കുമായിരുന്നു. ഫുള്ള് കാടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങള് ബോളൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട്, അപ്പൊ എന്റെ ബാച്ചിൽ നന്നായിട്ട് കളിക്കാൻ അറിയാവുന്നവരുണ്ട്, എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അവരുടെ കൂട്ടത്തിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഇതിനു മുമ്പ് HOD ആയിട്ട് ഇപ്പോൾ കല്ലുപാറ പ്രിൻസിപ്പലായ നിഷ മിസ് ഞങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞു, അങ്ങോട്ടെങ്കിലും പോരുത്, അവിടെ പാമ്പുണ്ടെന്ന്. അതുപോലെ കിടക്കുന്ന സ്ഥലത്ത് പിന്നെ ഞങ്ങളുടെ ബാച്ച് തന്നെയാണ് അത് വെട്ടി തെളിച്ചതും. പിന്നെ എന്തുവാ സ്വിഷ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഒരു ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്തതും. എനിവേസ്, അങ്ങനെ എല്ലാം കുറെ ചെയ്യുന്ന ബാച്ചായിരുന്നു ഗോയിങ് ബാക്ക്. 3rd ഇയറിൽ എൻ്റെ ഒരു IEEE ഒരു കോൾ നടത്തി, യു ക്യാൻ ഹോസ്റ്റ് എ ഗ്ലോബൽ സ്റ്റുഡന്റ് കോൺഗ്രസ്, ഒരു ഏഷ്യ പസഫിക് ലെവലിൽ ഒരു സ്റ്റുഡന്റ് കോൺഗ്രസ് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രപ്പോസൽ കോൾ വെച്ചു. അപ്പോൾ എനിബഡി കുഡ് സബ്മിറ്റ്, ബേസിക്കലി ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ തന്നെ ഒരു അലുമിനി ഉണ്ട്, 2006 ഗ്രാജുവേറ്റ് പ്രിജോ ഫിലിപ്സ് എന്ന് പറഞ്ഞ നമ്മുടെ കോളേജിലെ അത്യാവശ്യം വെൽ നോൺ അലുമിനി ആണ്. പുള്ളി അന്ന് IEEEയിൽ ആക്റ്റീവ് ആയിരുന്നു. പുള്ളിയുടെ ഹെൽപ്പ് വെച്ച് നമ്മളൊരു പ്രപ്പോസൽ ഉണ്ടാക്കി, നമ്മളത് സബ്മിറ്റ് ചെയ്തു. ടോട്ടൽ 13 പ്രപ്പോസൽ ഉണ്ടായിരുന്നു ആ ഇവന്റിന്. അന്ന് ഇത് 2008 ഇത് സബ്മിറ്റ് ചെയ്യുന്നത്. അന്ന് അതിന് $38,500 ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ആ ഇവന്റിന്. അന്നത്തെ ഇത് 40 into 50 ആയിരിക്കും, അത് 20 ലക്ഷമോ എത്രയോ ആയിരുന്നു എന്ന് തോന്നുന്നു അതിന്റെ അന്നത്തെ ടോട്ടൽ ബഡ്ജറ്റ്. അന്ന് ആരും വിശ്വസിച്ചില്ല ദാറ്റ് നമ്മളെ പോലൊരു കോളേജിന് അത് എങ്ങനെ നടത്താൻ പറ്റും എന്ന്
ആരും വിശ്വസിച്ചില്ല. കേരളത്തിൽ നിന്ന് ഞാൻ അത് ആ പ്രപ്പോസലും കൊണ്ട് കേരള സെക്ഷനെയൊക്കെ അപ്രോച്ച് ചെയ്തപ്പോൾ വളരെ ഇത് നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ നമ്മുടെ കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നമ്മുടെ കോളേജ് എങ്ങനെ ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, എല്ലാവർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിന്. അപ്പൊ ഞാനത് പ്ലാൻ ചെയ്തപ്പോൾ എന്റെ കൂടെ 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 7 പേരുടെ ഒരു ടീമായിരുന്നു ഫിക്സ് ചെയ്തത്. അത് അബാദ് ഹോട്ടൽ കൊച്ചിയിൽ വെച്ച് ഞങ്ങൾ ഇത് പ്രപ്പോസ് ചെയ്യുമായിരുന്നു. ഐ തിങ്ക് ദാറ്റ് വാസ് എ വെരി കീ മൊമെന്റ്, റൈറ്റ്? നമ്മളെ കൊണ്ട് നമുക്ക് ഈ പഞ്ചിങ് അബവ് യുവർ വെയിറ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മളൊരു വളരെ കുഞ്ഞനായിട്ടിരുന്നുകൊണ്ട് വി ആർ പഞ്ചിങ് അബവ് ഓർ ട്രൈങ് ടു പഞ്ച് അബവ് അവർ വെയിറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ, നാൻയാങ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഇത് ഏഷ്യ എടുത്തു കഴിഞ്ഞാൽ ദ സോ ആൻഡ് സോ യൂണിവേഴ്സിറ്റീസ് എല്ലാം അതിന് അപ്ലൈ ചെയ്തു, നമ്മളും അപ്ലൈ ചെയ്തു. എന്ന് വെച്ചാൽ ഫോർ നമ്മളിപ്പോ ഗ്ലോബൽ റാങ്കിങ്സിലൊക്കെ അവർ ടോപ്പ് 20, ടോപ്പ് 22 വരുന്ന കോളേജസ് ആണ്. പക്ഷെ ഫൈനലി നമ്മുടേതും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിന്റെയും പ്രപ്പോസൽസ് സൈഡ് ബൈ സൈഡ് ആയി. ബാക്കിയുള്ള 11 റിജക്റ്റഡ് ആയിട്ട് നമ്മുടെ പ്രപ്പോസലാണ് ബെറ്റർ എന്ന് കമ്മിറ്റി അപ്രൂവ് ചെയ്തു. പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് വളരെ വീക്കാണ്. നാഷണൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂർ പറഞ്ഞത് വി വിൽ ഫ്ലൈ എവറിബഡി ടു NUS, വി വിൽ സ്പോൺസർ ദിസ്, സ്പോൺസർ ദാറ്റ്. നമ്മുടെ കോളേജിന് അതിനൊന്നും ഉള്ള എബിലിറ്റി ഇല്ല, അത്രയും ബഡ്ജറ്റ് ഇല്ല നമുക്ക്. പക്ഷേ ഡിസിഷൻ വന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂറും ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഈ ഇവന്റ് NUS വെച്ച് സിംഗപ്പൂർ വെച്ച് നടത്താം എന്നൊരു ഡിസിഷൻ വന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്നത്. സോ 3rd ഇയറിൽ ഞാനും എൻ്റെ ടീമായിട്ടുള്ള 7 പേര് ടോട്ടൽ, ഞങ്ങൾ 15 ദിവസം സിംഗപ്പൂർ പോയി ഫീൽഡിൽ നിന്നുകൊണ്ട് ആ ഇവന്റ് പുൾ ഓഫ് ചെയ്തു. അത് ഒരു 160 പീപ്പിൾ ഇവന്റ് ആയിരുന്നു. IEEE പ്രസിഡന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ റിയലി ബിഗ് ഇവന്റ്. ആ ഇവന്റിലാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് പോയിന്റ് എന്നൊക്കെ പറയുന്ന സംഭവം. ഇവന്റ് തീർന്നു, ഇവന്റ് ഇസ് ഹാപ്പനിങ് വെൽ, നല്ല രീതിയിൽ തീർന്നു. അപ്പോൾ ഒരു സിംഗപ്പൂരിൽ നിന്ന് ഒരു ആള്, ടീമിലുള്ള ഒരാൾ ഓടി വന്നിട്ട് എന്നോട് പറയാണ്, ഹേ അർജുൻ, യു ആർ ഡെലിവറിങ് ദ വോട്ട് ഓഫ് താങ്ക്സ് ഇൻ 5 minutes എന്ന് പറഞ്ഞിട്ട് അവൻ ഓടി അങ്ങ് പോയി. അപ്പം നമ്മള് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ 160 പേരും ആ വലിയ ഓഡിറ്റോറിയത്തിൽ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ അതിലേക്ക് പോയപ്പോൾ NUSന്റെ സൈഡിൽ നിന്ന് ഓൾറെഡി ഒരാൾ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒരു മാക്കൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്ത് സ്പീച്ചൊക്കെ എഴുതിക്കൊണ്ടൊക്കെ വന്നാണ് പ്രസന്റ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്തു, ഹേ ഇത് വോട്ട് ഓഫ് താങ്ക്സ് ബൈ അർജുൻ എന്ന് അവർ അനൗൺസും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഓഡിറ്റോറിയത്തിലേക്ക് താഴോട്ട് നടന്നു പോകും. അപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ എന്താ പറയാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് ഞാൻ തീരുമാനിച്ചു, വാട്ട്, ഐ എം ജസ്റ്റ് ഗോണ ടെൽ ദി സ്റ്റോറി. ഇതെങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്, ഞാനത് അങ്ങനെ പറയാൻ പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയി അവിടെ പൊടിയത്തിൽ നിന്നിട്ട് I still remember, ഞാൻ ഇങ്ങനെ തുടങ്ങിയത്, ആസ് ഐ റിമെമ്പർ ദിസ് ഈവന്റ് സ്റ്റാർട്ടഡ് ആസ് എ ഗ്ലോബൽ സ്റ്റുഡന്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് തുടങ്ങിയത്. ആ സെന്റൻസ് ഐ സ്പോക്ക് ഫോർ അബൌട്ട് 5 minutes. 5 minutes സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് വെന്റ് റിയലി വെൽ. വെളിയിലിറങ്ങി ഞാൻ കുറെ പേരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഈ സാധനം. എല്ലാവരും പറഞ്ഞു ഇറ്റ് വെന്റ് റിയലി വെൽ. അതായിരുന്നു എൻ്റെ ലൈഫിൽ ഒരു വലിയ കോൺഫിഡൻസ് ബൂസ്റ്റ് തന്നത്. ഒന്ന്, ഇവന്റ് പുൾ ഓഫ് ചെയ്തതും. 2, ഇഫ് ഐ ക്യാൻ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ IEEE president and a bunch of other amazing people and talk like that and make sense, I can do anything എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ലെവല്. പിന്നെ നമ്മളെപ്പോലെ ഈ ചെറിയ ഇടത്ത് നിന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ ആസ്പയർ ചെയ്യാനും അത് സക്സീഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവാം എന്ന് മനസ്സിലായതും അല്ലെ വിശ്വസിച്ചു തുടങ്ങിയതും അന്നാണ്. ഫാസ്റ്റ് ഫോർവേഡ്, കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. ഇൻഫോസിസിലും വിപ്രോയിലും വേറൊരു കമ്പനിയിലും പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻഫോസിസിൽ കിട്ടി, എനിക്ക് മാത്രമേ വിപ്രോയിലും ഇൻഫോസിസിലും കിട്ടിയുള്ളൂ. എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകേണ്ടതുകൊണ്ട് ഞാൻ ഇൻഫോസിസിൽ പോയി. അവിടെ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. പക്ഷേ ഈ IEEEയുടെയും കോളേജിലെ ബാക്കി ഇപ്പം സ്പോർട്സിലും ആർട്സിലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്പോർട്സ് ബാഡ്മിന്റൺ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. 4 വർഷവും ബാഡ്മിന്റൺ ടീമിൽ കളിച്ചിട്ടുണ്ട് കോളേജിന് വേണ്ടി. മറ്റേ നമ്മുടെ സ്പോർട്സിന് ക്രിക്കറ്റ് ടീമിലും ബാസ്കറ്റ്ബോൾ ടീമിലും വോളിബോൾ ടീമിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. സോ പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ ഒരുപാട് കോളേജ് എൻജോയും ചെയ്തിട്ടുണ്ട് ആ 4 വർഷം. ഒന്നും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നോ റിഗ്രറ്റ്സ് ആണ് ആ 4 വർഷത്തിൽ. ഗ്രാജുവേറ്റ് ചെയ്ത് ഇൻഫോസിസിൽ ചെന്ന് അപ്പോഴും എന്തെങ്കിലും സ്വയം ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പാഷൻ. ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് മീൻസ്. ഇറ്റ് ജസ്റ്റ് മീൻസ് ഐ വോണ്ട് ടു ഡു സംതിങ് ഓഫ് മൈ ഓൺ. ദാറ്റ്സ് ഓൾ ഐ നോ. പിന്നെ IEEE ചെയ്തു വരുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഒരുപാട് വോളണ്ടിയറിങ് ചെയ്തു വരുമ്പോൾ നിങ്ങൾ പലരും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ തുടങ്ങുന്നത് ചെറിയ ചെറിയ വിഷനിലായിരിക്കും, റൈറ്റ്? ഞാൻ തുടങ്ങിയ വിഷൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ട് എന്നെ വളർത്തുന്നത് കണ്ട്
എൻ്റെ വിഷൻ, ഇനിഷ്യൽ വിഷൻ എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പ്രൗഡ് ആക്കണം. അതാണ് എൻ്റെ ചെറിയ മനസ്സിലെ ചെറിയ വിഷൻ. അത് കഴിഞ്ഞ് നമ്മൾ കുറെ വോളണ്ടിയർ ചെയ്ത് കുറെ പേരെ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ തിരിച്ചു വന്ന് നമ്മളോട് ഹേ ദാറ്റ് ഹെൽപ്പ് താങ്ക് യു, ദാറ്റ് ഹെൽപ്പ് താങ്ക് യു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൊറൈസൺസ് കുറച്ചുകൂടെ വലുതാവും. നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് പുറത്തോട്ട് വേൾഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് ബേസിക്കലി ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ ഒരു വോളണ്ടിയറിങ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്ക് അത് പലർക്കും പല ലെവലിലാണ് തോന്നുന്നത്. എനിക്കത് തോന്നിയത് ഏതാണ്ട് ഒരു 22, 23, 24 ഇയേഴ്സ് ഒക്കെ ആയപ്പോഴാണ് എനിക്കത് തോന്നി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, അതുപോലെ തന്നെ എനിക്ക് ബാക്കിയുള്ളവരെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യണം, എനിക്ക് എൻ്റെ ഐഡിയാസിൽ എൻ്റെ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം. ഈ 3-4 കാര്യങ്ങളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലേണിംഗ്, എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ നിന്നല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തോ ആൾക്കാരിൽ നിന്നോ ഒക്കെ പഠിക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രയോറിറ്റീസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത്, ഇഫ് യു സ്റ്റാർട്ട് എ കമ്പനി യു ക്യാൻ ഡു പ്രിറ്റി മച്ച് ഓൾ ഓഫ് ദിസ്, റൈറ്റ്? യു ക്യാൻ വർക്ക് ഓൺ യുവർ ഓൺ ഐഡിയാസ്, യു ക്യാൻ ഹെൽപ്പ് അതേഴ്സ്, യു ക്യാൻ ലേൺ എ ലോട്ട് ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് യു ആർ ഡൂയിങ്. ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു ഏരിയ സ്റ്റാർട്ടപ്പായി. അപ്പം ഞാൻ എൻ്റെ ചെങ്ങന്നൂർ തന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന 3 പേരെ ഫോൺ വിളിച്ചു. എടാ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഡു യു വോണ്ട് ടു ഡു? അപ്പം ഞാൻ 3 പേരോടെ ചോദിച്ചുള്ളൂ. എൻ്റെ കൂട്ടത്തിൽ താമസിക്കുന്നവരോട് ഞാനൊരു 6 മാസം പുറകെ നടന്ന് ചോദിച്ചു. അപ്പോൾ അവരാരും റിസൈൻ ചെയ്യാൻ തയ്യാറായില്ല. അവരൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഫോൺ വിളിച്ച് 3 പേരോട് ചോദിച്ചു, 3 പേരും യെസ് പറഞ്ഞു. അങ്ങനെയാണ് പ്രൊഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഇനീഷ്യൽ ടീം വന്നതും. 2012 ഏപ്രിലിൽ, മാർച്ചിൽ ഞാൻ റിസൈൻ ചെയ്ത് ഏപ്രിലിൽ കൊച്ചിയിലെത്തി. ബാക്കിയുള്ളവരും ജൂൺ ജൂലൈയോടെ ബാക്കിയുള്ളവരും എത്തി. അങ്ങനെ ജൂണിലാണോ, ജൂൺ 17നോ ജൂൺ 18നോ മറ്റോ ആണ് ഒഫീഷ്യലി പ്രൊഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി 2012 ഫോം ചെയ്തു. 4.5 വർഷം കമ്പനി ഓടി. അത് കോമഡി ആയിരുന്നു. 36,000 രൂപ സാലറി. അവിടുന്ന് എനിക്ക് ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ തന്നു. ഇൻഫോസിസ് പോരുത്, റിസൈൻ ചെയ്യരുത്, ഓൺ സൈറ്റ് വിടാം എന്നൊക്കെ പറഞ്ഞു. വേണ്ട എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വെളിയിൽ ഇറങ്ങി. നേരെ 36,000 സാലറിയിൽ നിന്ന് 4,500 രൂപ സാലറിയിലേക്ക് മാറി. 4,500 രൂപയ്ക്ക് എന്ത് ചെയ്തിട്ടും വണ്ടി കൊച്ചിയിൽ ഓടുന്നില്ല, ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങളൊരു തട്ടുകടയിൽ പണ്ട് എല്ലാവരുടെ ചേട്ടാ കുറച്ച് ചാറ് തരുമോന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തരത്തില്ല, നിങ്ങൾ 4 പേരോട് ഒരു കറിയല്ലേ മേടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആ രീതിയിലാണ് നിൽക്കുന്നത്. 4,500 പിന്നെ 5,500 ആക്കി. എന്നിട്ടും പിടിച്ചു നിൽക്കുന്നില്ല. എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ഒരു പൾസർ ഉണ്ടായിരുന്നു. അതായിരുന്നു ഒഫീഷ്യൽ കമ്പനി വണ്ടി. ഞങ്ങൾ 3 പേര് ട്രിപ്പിൾസ് ഒക്കെ അടിച്ച് അതിലായിരുന്നു കൊച്ചിയിൽ. പിന്നെ അതിൽ നിന്ന് വീണ്ടും സാലറി കൂട്ടി 13,500 ആക്കി. 13,500ലാണ് ഏതാണ്ട് ഒരു 2.5-2.25 വർഷം സാലറി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ സ്റ്റാർട്ടപ്പിന്റെ റോസി എലമെന്റ്സ് മാത്രമേ ആൾക്കാർ കാണത്തുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കത്തലാണ്. ഇത് അകത്തുനിന്ന് ഇങ്ങനെ, വെളി ഭയങ്കര ലൈറ്റാണ്, അകത്ത് കത്തുന്നത് കൊണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരത്തിൽ ഒരു ബാനർ ഉണ്ട്, ഒരു സിംഹത്തിന്റെ പുറത്ത് ഒരാൾ ഇരിക്കുമ്പം എല്ലാവരും ഇങ്ങനെ അവൻ സിംഹത്തിന്റെ പുറത്തിരിക്കുക, അവൻ ഭയങ്കരം തന്നെ, സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ദൈവമേ ഞാനെങ്ങനെ ഇതിന്റെ പുറത്ത് കയറിയത്, എങ്ങനെ ഇതിന്റെ പുറത്തു നിന്ന് ഇറങ്ങുന്നത് എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആള്. ഇതാണ് ഒരു സ്റ്റാർട്ടപ്പിന്റെ ശരിയായിട്ടുള്ള അവസ്ഥ. എല്ലാ സ്റ്റാർട്ടപ്പിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. വി ആർ ഓൾ ബേണിംഗ് ഇൻസൈഡ് ആൻഡ് ഗിവിംഗ് ലൈറ്റ് ഔട്ട്സൈഡ്. അതാണ് സീൻ. പക്ഷേ ഇറ്റ് വാസ് വെരി എൻജോയബിൾ. കാരണം കോളേജിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് കൊണ്ടും നമ്മൾ വളരെ യങ് ആയിരുന്നുകൊണ്ടും താങ്ക്ഫുള്ളി എൻ്റെ പേരൻസ് എനിക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നുകൊണ്ട് എനിക്ക് വീട്ടിൽ കാശൊന്നും ആ സമയത്ത് കൊടുക്കണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും ഒക്കെ ഇറ്റ് വാസ് എ വെരി ഞങ്ങൾ 4 പ്രോഡക്റ്റ് ഉണ്ടാക്കി ആദ്യത്തെ 2 വർഷം. 4ഉം സക്സസ്ഫുള്ളി പൊട്ടി, അനങ്ങിയേ ഇല്ല. ആദ്യത്തെ 2 അനങ്ങിയേ ഇല്ല. 3ാമത്തേത് കുറേ പേരൊക്കെ ഉപയോഗിച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പൊളിച്ചു, ഇത് 3-4 പേര്. അത് എല്ലാ ഐഡിയയും നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഇത് നമ്മളൊരു $1 ബില്യൺ കമ്പനിയാണ്. അത് ഈ കൈ 13,000 രൂപ കിട്ടുന്നുള്ളൂ, പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് മില്യൺസിനെ കുറിച്ചും ബില്യൺസിനെ കുറിച്ചൊക്കെയാണ്. അതാണ് ഒരു മിക്ക ഓൺടർപ്രന്യൂഴ്സിന്റെ ഒരവസ്ഥ. ആ 4 പ്രോഡക്റ്റും പൊട്ടിച്ചിട്ട് 5ാമത്തെ പ്രോഡക്റ്റ് ആണ് ആക്ച്വലി ക്ലച്ച് പിടിച്ചു തുടങ്ങിയത്. 4ാമത്തെ പ്രോഡക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം, അതായത് ആസ് ദ CEO ഐ വാസ് ഓൾസോ ദ സെയിൽസ് പേഴ്സൺ, ആൻഡ് ആസ് എ സെയിൽസ് പേഴ്സൺ എനിക്ക് ഫീൽ ചെയ്ത പ്രോബ്ലം സോൾവ് ചെയ്യാൻ തീരുമാനിച്ചു വിത്ത് ദ 5th പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ടേക്ക് ഓഫ് ചെയ്തു. വി ഗോട്ട് അബൌട്ട് 110,000 യൂസേഴ്സ് ഫ്രം 150 കൺട്രീസ്. അബൌട്ട് 200 കമ്പനീസ് സ്റ്റാർട്ടഡ് യൂസിങ് ദ പ്രോഡക്റ്റ്. അതിനിടയ്ക്ക് ആദ്യം ഒരു $40,000 എനിക്ക് ചിലിയൻ ഗവൺമെന്റിന്റെ വക സ്പോൺസർഷിപ്പ് കിട്ടി. കമ്പനി വെച്ച് അപ്ലൈ ചെയ്ത് ഒരു സ്പോൺസർഷിപ്പ് കിട്ടി. അതിന് ഞാൻ 7 മാസം ചിലയിൽ പോയി കിടന്നു ഒരു റൂമിൽ. കാശ് സേവ് ചെയ്ത് എല്ലാ ദിവസവും
പച്ചച്ചോറും അച്ചാറും തൈരും, പച്ചച്ചോറും അച്ചാറും തൈരും. ഇത് തന്നെ കഴിച്ച് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാൽനറിഷ്മെന്റ് ആയിട്ട് എനിക്ക് എൻ്റെ ഹാപ്പിനെസ് ലെവൽ താഴ്ന്നു പോകുന്നതായിട്ടൊക്കെ മനസ്സിലായി. പിന്നെ ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് ലെവൽ താഴ്ന്നു പോകുന്ന. പിന്നെ ഞാൻ കടയിൽ പോയിട്ട് അവിടെ തന്നെ ഫുള്ള് സ്പാനിഷാണ്. അവർക്ക് താങ്ക് യു പോലും പറഞ്ഞാൽ അറിയത്തില്ല. പോർ ഫാവോർ എന്ന് പറഞ്ഞാലാണ് പ്ലീസ്, ഗ്രാസിയസ് എന്ന് പറഞ്ഞാലാണ് താങ്ക് യു. എനിക്കാണെങ്കിൽ അത്യാവശ്യം സ്പാനിഷ് അല്ലാതെ വേറൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ബാത്റൂമിൽ പോകാൻ അറിയാം, ബില്ല് പേ ചെയ്യാൻ അറിയാം, ഫുഡ് മേടിക്കാൻ അറിയാം, ഇത്രേ അറിയത്തുള്ളൂ ഇപ്പോഴും. പക്ഷെ ദാറ്റ് വാസ് ഞാൻ ഇതിന്റെ 2 സൈഡും പറയുന്നുണ്ട്. ദ ഹാപ്പിനെസ് സൈഡ് വേർ യു ആർ വർക്കിംഗ് ഓൺ യുവർ ഐഡിയാസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഓൺ ദ ഫ്ലിപ്പ് സൈഡ് ദർ ഇസ് ഓൾസോ ദ ചാലഞ്ചസ് ദാറ്റ് യു ഗോ ത്രൂ. ഒരു റൂമിൽ 7 മാസം വെളിയിൽ ഇറങ്ങിയ കാശാ. ട്രെയിനെ കയറിയ $1.5 പോകും, സബ്വേ കഴിച്ചാൽ $9 പോകും. അപ്പൊ ആ കാശ് ഞാൻ 7 മാസം ഫുൾ $5,500 വെച്ച് 7 മാസം ഞാൻ താമസിച്ചിട്ട് ആ $40,000 $33,000 നാട്ടിലേക്ക് അയച്ചു. അങ്ങനെയാണ്, അതായിരുന്നു കമ്പനിയുടെ ഒരു കുറെ നാളത്തെ ക്യാപിറ്റൽ. പിന്നെ ഞങ്ങള് പ്രോഡക്റ്റ് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു 2.4 crore റുപ്പി റേസ് ചെയ്തു ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന്. അത് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 crores കൂടെ റേസ് ചെയ്യാനായിട്ട് ഞാൻ നിന്നപ്പോഴാണ് ഫുൾ കോൺടാക്ട് എന്ന് പറഞ്ഞ US കമ്പനി ദേ കെയിം ഡൗൺ. ഞാൻ അവരുടെ ഓഫീസിൽ വന്ന്, ഇവിടെ കൊളറാഡോയിൽ വന്ന് ഞാൻ അവരെ മീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പാർട്ണർഷിപ്പ് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു കുറെ നാളായിട്ട്. ദേ ഡിസൈഡഡ് ടു ബൈ ദ കമ്പനി, ഓർ ദേ സെഡ് ദാറ്റ് ദേ വാണ്ട് ടു ബൈ ദ കമ്പനി. ഒരു 4 പേര് എക്സിക്യൂട്ടീവ്സ് കേരളത്തിലേക്ക് വന്നു. ആൻഡ് ദേ ഡിസൈഡഡ് ടു ബൈ ദ കമ്പനി. അത് ചെയ്ത് ഓൾമോസ്റ്റ് തീരാറായ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എവർ പ്രോഡക്റ്റ് എക്സിറ്റ്, പ്രോഡക്റ്റ് അക്വിസിഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു പ്രോഡക്റ്റ് കമ്പനി പോലും വേറൊരു കമ്പനി മേടിച്ചിട്ടില്ല എന്ന് അന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇത് വെച്ച് നമ്മുടെ സിസ്റ്റം, ഇക്കോ സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടാക്കി. ഇപ്പം നമ്മൾ PH കുര്യൻ സാർ, അന്നത്തെ ചീഫ് മിനിസ്റ്ററിന്റെ IT സെക്രട്ടറി ആയിരുന്ന PH കുര്യൻ സാറ്, മനോരമയുടെ എഡിറ്റർ, അങ്ങനെയുള്ള കുറെ പേര് എല്ലാവരോടും പ്ലാൻ ചെയ്തിട്ട്, പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ബേസിക്കലി കുറച്ച് കോൺസ്പയർ ചെയ്തു എന്ന് പറയാം. നമ്മൾ മനോരമയുടെ എഡിറ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, ഭയങ്കര ഭീകര സംഭവമാണ്. PH കുര്യൻ സാറിനെ കൊണ്ട് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഭയങ്കര ഭീകര സംഭവമാണ് നടക്കാൻ പോകുന്നത്, നിങ്ങൾ ഇത് ആങ്കർ സ്റ്റോറി ആയിട്ട് കവർ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്ക്ലൂസീവ് തരാം, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ന്യൂസ് നിങ്ങൾക്ക് ലീക്ക് ചെയ്ത് തരാം, നിങ്ങളിത് ഒരു ദിവസം, ബാക്കിയുള്ളവരെല്ലാവരും ഹിയർ ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് മനോരമയായിട്ട് നമ്മളൊരു ഡീൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ വി വെന്റ് ലൈവ് വിത്ത് മനോരമ. അപ്പൊ അന്നത്തെ ദിവസത്തെ മനോരമ 2016 ഓഗസ്റ്റ് 23 ഏതാണ്ടായിരുന്നു. ഫുൾ അന്ന് തുടങ്ങിയത് നമ്മൾ ചെങ്ങന്നൂർ പഠിച്ച 4 പേരുടെ മുഖം ആയിട്ടാണ് അന്നത്തെ മനോരമയുടെ ലോഗോയുടെ നേരെ താഴെ വന്നത്. ഇറ്റ് ബിക്കം എ പ്രീ ബിഗ് സ്പ്ലാഷ്. ഇക്കോസിസ്റ്റം ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. ഇൻവെസ്റ്റേഴ്സിനും ടീമിനും ഒക്കെ പതുക്കെ കോൺഫിഡൻസ് കിട്ടി. നമ്മുടെ ടീമിൽ വർക്ക് ചെയ്തവരുടെയൊക്കെ കരിയർ ഭയങ്കരമായിട്ട് സെറ്റായി. കുറെ പേർക്ക് നല്ല രീതിയിൽ ക്യാഷ് ഔട്ട് കിട്ടി. പിന്നെ ഞാൻ അവിടുന്ന് ഈ കമ്പനിക്ക് ഞാൻ US മാറണമായിരുന്നു. സോ ദാറ്റ് ദ ഇന്റഗ്രേഷൻ ഓഫ് കമ്പനീസ് ഗോ വെൽ. അപ്പം ഞാൻ US മാറി 2016 ഡിസംബറിൽ. 2016 ഡിസംബർ മുതൽ ഞാൻ US ഞാൻ ആ കമ്പനിയിൽ 1 വർഷം വർക്ക് ചെയ്തു, 1.5 വർഷം വർക്ക് ചെയ്തു. ആ കമ്പനി അത് ഇതൊക്കെ ചെയ്യുമായിരുന്നു. ഐ ഡിഡ്ന്റ് റിയലി ലൈക്ക് വെയർ ദ തിങ്സ് വെർ ഗോയിങ്. സോ ഞാൻ വീണ്ടും റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തിട്ട് ഒരു 5-8 മാസം ഞാൻ കൺസൾട്ട് ചെയ്തു അതർ അമേരിക്കൻ കമ്പനീസിന്. അവിടുന്ന് ഞാൻ ഇൻസെന്റ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങി 2018 സെപ്റ്റംബറിൽ. ആദ്യത്തെ 6 മാസം വി വർ ഫിഗറിങ് ഔട്ട് വാട്ട് വി വർ ഡൂയിങ്. മാർച്ചിൽ വി ഫിഗർഡ് ഔട്ട് ഇൻസെന്റ് ആസ് ദ പ്രോഡക്റ്റ്. എന്നിട്ട് 2 വർഷം ആ പ്രോഡക്റ്റ് വർക്ക് ചെയ്തു. എന്നിട്ട് ജൂൺ 6 വി അനൗൺസ് ദ അക്വിസിഷൻ. ഇൻസെന്റിനെ സൂമിൻഫോ എന്ന് പറഞ്ഞ കമ്പനി മേടിച്ചു. സൂമിൻഫോ ഇസ് എ പ്രിറ്റി ബിഗ് കമ്പനി. $23 billion മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് കമ്പനി. $23 billion മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. ഇറ്റ്സ് എ പ്രോഡക്റ്റ് കമ്പനി. അവിടെ ഇപ്പോൾ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഇതാണ് എൻ്റെ 2006 മുതൽ ഇന്ന് വരെയുള്ള സ്റ്റോറി. I took more time than I wanted, but I hope that gave some context of where I'm coming from. I'll take a pause. Any questions? Or ഏതെങ്കിലും സ്ഥലത്ത് ചേട്ടാ അവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് പറയാമോ, അവിടെ എന്താ സംഭവിച്ചത്? Anything that you want to explain better. ആർക്കെങ്കിലും ചോദിക്കാട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ? ഡൗട്ട്സ് തന്നെയാണെന്നില്ല, കമന്റ്സ്, ഫീഡ്ബാക്ക്, എവിടെയെങ്കിലും അത് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്, ദാറ്റ് ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്.
ഹലോ ചേട്ടാ, ഞാൻ രാഹുലാണ്. മീൻസ് ഞാനൊരു അലൂമിനി ആണ്. മീൻസ് ആക്ച്വലി ഞാൻ 2020 പാസ് ഔട്ട് ആണ്. എന്റെ സെക്കൻഡ് ഇയർ മുതലാണ് ചേട്ടനെ കുറച്ച് എനിക്ക് അറിയാൻ തുടങ്ങിയത്. മീൻസ് കോൺകേവ് എന്ന ഇവന്റിലാണ് ഞാൻ ആദ്യമായിട്ട് ചേട്ടനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചേട്ടനെ മീൻസ് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. മീൻസ് ഐ വാസ് റിയലി ഇൻസ്പയർഡ് ബൈ യുവർ വർക്ക്. അപ്പോ മീൻസ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പോ ചേട്ടന് ഇപ്പൊ കുറെ നമ്മൾ ആദ്യമായിട്ട് ഒരു കമ്പനി തുടങ്ങുമ്പോൾ ചേട്ടന് എല്ലാം ഫീൽഡിനെ പറ്റി അറിയില്ലായിരിക്കും. അപ്പോ ആ സമയത്ത് ചേട്ടനെ ആരെങ്കിലും മെന്റർ ചെയ്തായിരുന്നോ? മീൻസ് ആ ഫീൽഡിൽ സ്പെസിഫിക് ആയിട്ട് മെന്റർ ചെയ്തായിരുന്നോ? ഇഫ് യെസ്, മീൻസ് എങ്ങനെയാണ് ഒരു നല്ല മെന്ററിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് നെറ്റ്വർക്ക് ചെയ്യുന്നത്? ഇപ്പോ ഞാനൊരു കമ്പനി ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞാനൊരു കമ്പനി ഇപ്പൊ തുടങ്ങാൻ വേണ്ടി ഇരിക്കുവാണെങ്കിൽ, ഹൗ ക്യാൻ ഐ ഫൈൻഡ് എ മെന്റർ ഹു ക്യാൻ ഗൈഡ് മീ ഇൻ ദിസ് ഫീൽഡ്? അങ്ങനെ. ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ തുടങ്ങിയപ്പോൾ ആരുമില്ലായിരുന്നു. ഞങ്ങൾ തുടങ്ങുന്നത് 2012 അപ്പോൾ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഈക്കോസിസ്റ്റം അന്നത്തെ ഈക്കോസിസ്റ്റം. ഒബ്വിയസ്ലി വേൾഡ് ഹാസ് മൂവ്ഡ് ഓൺ ക്വൈറ്റ് എ ബിറ്റ്, റൈറ്റ്? കേരളമൊക്കെ ഒരുപാട് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയും, കേരളത്തില് ദ ക്രിട്ടിക്കൽ മാസ് ഓഫ് പീപ്പിൾ ഹു ഹാവ് ബീൻ ദെയർ ആൻഡ് ഡൺ ദാറ്റ്, റൈറ്റ്? ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇപ്പോഴും വളരെ വളരെ കുറവാണ്. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ കുറച്ചുകൂടെ ഉണ്ട്, ചെന്നൈയിൽ അത്യാവശ്യം ഉണ്ട്, ഇവിടൊക്കെ US-ലൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ മെന്റേഴ്സിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ 23-ാം വയസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തില് വി ആർ ടു stupid to know what we are getting into. ഇപ്പോ ഞാൻ ഇന്ന് തുടങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ പേടിച്ചു പോയനെ ചിലപ്പോ. അന്ന് ഈ ഏതാ ഇൻ ഗോസ്റ്റ് ഹൗസ് ഇന്നിന്റെ അകത്തൊരു ഡയലോഗ് ഉണ്ടല്ലോ പറയുന്നത്, എന്താ ജഗദീഷിന്റെ ക്യാരക്ടറിന്റെ പേരെന്താ അതിൻ്റെ അകത്ത്? അപ്പുക്കുട്ടൻ പേടിച്ചില്ല. എന്തുകൊണ്ട് പേടിച്ചില്ല? അപ്പുക്കുട്ടന് പേടിക്കാനുള്ള ബുദ്ധിയില്ല എന്ന് പറയുന്ന സെയിം തിങ് ആണ്, റൈറ്റ്? വെൻ വി ആർ 23, യു ആർ ടു stupid, യു ഡോണ്ട് നോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇൻടു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ കണ്ടമാനം കുറെ പ്ലാനൊക്കെ ചെയ്തായിരുന്നു, ആ പ്ലാനൊന്നും എങ്ങും എത്തിയില്ല. ആ പ്ലാനൊക്കെ ഫുള്ള് ചീറ്റിപ്പോയായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. സോ മെന്റേഴ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നെ രാഹുൽ, നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുമ്പോൾ നമുക്ക് മെന്റേഴ്സിനെ കണ്ടുപിടിക്കാനും മെന്റേഴ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഗ്രൗണ്ട് സീറോ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട്, അർജുൻ, ഐ ഹാവ് എൻ ഐഡിയ, വാട്ട് ഷുഡ് ഐ ഡു? അതൊരു ഗ്രൗണ്ട് സീറോ ലെവലാണ്. അവിടെ നിൽക്കുന്ന ഒരാളെ എനിക്ക് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് വാട്ട് ഡു ഐ ഹെൽപ്പ് വിത്ത്? ഐ ഹാവ് എൻ ഐഡിയ എന്ന് പറഞ്ഞാൽ അത് ഞാൻ അയാളുടെ കമ്പനി രജിസ്ട്രേഷനിൽ ഹെൽപ്പ് ചെയ്യുവോ, കമ്പനിയുടെ വാലിഡേഷനിൽ ഹെൽപ്പ് ചെയ്യുവോ, ടീമിനെ ഹയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുവോ, ഡിസൈനിൽ, ലൈക്ക് വേർ ഡു ഐ ഹെൽപ്പ്, റൈറ്റ്? അപ്പൊ നമ്മൾ മിക്കവാറും ഈ ഗ്രൗണ്ട് സീറോയിൽ നിന്നുകൊണ്ടാണ് ആൾക്കാരോട് ഹേ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുന്നത്. ആർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. There is enough resources out there for you to pull yourself from ground zero to ground one. Ground one നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ മെന്റേഴ്സിന് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. യു ഹാവ് ടു ബി സ്പെസിഫിക്. ഐ എം ട്രൈങ് ടു ഐ വോണ്ട് ടു സോൾവ് ദിസ് പ്രോബ്ലം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ, ട്രാഫിക് വളരെ കൂടുതലാണ് ചെങ്ങന്നൂർ. ഞാൻ ചുമ്മാ ട്രാഫിക് ഭയങ്കര കൂടുതലാണ് ചെങ്ങന്നൂർ. ആൻഡ് ഐ വോണ്ട് ടു സോൾവ് ദിസ് പ്രോബ്ലം. And the way I'm going to solve this problem is by building a traffic light. Do you know anybody who can help me with that? In the choice, that's a specific question. Now I can go into my network and see, okay, ഇയാള് ഇവരെ 3 പേരെ കണക്ട് ചെയ്ത് കൊടുത്താൽ ഇയാൾക്ക് ഹെൽപ്പ് കിട്ടും. അപ്പോൾ അവിടെ വരെ നമ്മൾ സ്വയം എത്തണം. വേൾഡ് എന്ന് പറയുന്നത് വളരെ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു പിരമിഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ, താഴെ ഈ ബേസ് ലെവൽ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഏർലി കരിയറിൽ നിൽക്കുന്ന ആൾക്കാർ, അവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. ഒത്തിരി ക്രൗഡഡ് ആണ്. ഒത്തിരി ആൾക്കാരുണ്ട്. കണ്ടമാനം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, കണ്ടമാനം അല്ലാത്ത ഗ്രാജുവേറ്റ്സ്. ആ പിരമിഡിന്റെ ബേസ് ഇസ് വെരി വെരി ക്രൗഡഡ്. പക്ഷെ ഞാൻ ഹയർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 5 വർഷം 6 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ ഞാൻ ഹയർ ചെയ്യാൻ നോക്കുമ്പോൾ ആ പിരമിഡ് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഇറ്റ് ജസ്റ്റ് തിൻസ്. ഇവിടെ ഇത്രയും ചെറിയൊരു പിരമിഡായിട്ട് മാറും ഫ്രം ദിസ്. മനസ്സിലായി? ആ കഴിവും ആ സ്കില്ലും ആ എബിലിറ്റി ഉള്ളവർ പെട്ടെന്ന് അങ്ങ് തിന്നാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രൗഡഡ് പിരമിഡിൽ നിന്നുണ്ടല്ലോ, യു ഹാവ് ടു പുൾ യുവർ സെൽഫ് അപ്പ് ഇൻ ടു ദാറ്റ് സ്മോളർ തിങ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾ ഈ താഴത്തെ ബേസിൽ നിന്ന് ചാടി മുകളിലോട്ട് വരുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം രാഹുൽ. ഐ എം ടേക്കിംഗ് യുവർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലെയിനിങ് സം അതർ തിങ്സ് ആസ് വെൽ, റൈറ്റ്? ഐ കീപ് കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ ടു. എൻ്റെ എനിക്ക് ഡിസൈൻ വാസ് വെരി വെരി വീക്ക്. എനിക്ക് ഒന്നും, ഒരു ഡിസൈൻ കണ്ടാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. നമ്മുടെ ഗ്രാഫിക്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഫെസ്റ്റിവലിലെ ഗ്രാഫിക്സ്,
അത് ഞാൻ ഭയങ്കരമായിട്ട് സമയമൊക്കെ എടുത്ത് വരച്ചോണ്ട് ചെല്ലുമായിരുന്നു. അപ്പൊ മധു സാറ്, ഈ മധു സാറല്ല വേറെ മധു സാറ് പറയുന്നു, ഇവിടെ താനൊന്നും ജയിക്കാനേ പോകുന്നില്ല എന്ന് പറയായിരുന്നു. സാറിന്റെ വിചാരം ഞാൻ ഉഴപ്പി വരച്ചോണ്ടില്ലാണെന്ന്. ഞാൻ കഷ്ടപ്പെട്ട് വരച്ചോണ്ടില്ലെന്ന്. ഞാൻ സ്കെയില് വെച്ച് വരച്ചാലും വളഞ്ഞു പോകും. അങ്ങനത്തെ ഒരു വരയ്ക്കാൻ കഴിവുള്ള ആളാണ് ഞാൻ. അപ്പൊ ഡിസൈൻ കണ്ട എനിക്കിത് നല്ല, എന്റെ ഫ്രണ്ട് വിഷ്ണു ഐസോമെട്രിക് പ്രൊജക്ഷൻ എടുത്തിട്ട്, എടാ ആ ട്രയാങ്കിൾ അങ്ങനെ പോയിട്ട് അവിടെ മീറ്റ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ? ഞാൻ പറഞ്ഞു കാണുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല, അത് എനിക്കതില്ല. അപ്പോൾ പക്ഷെ എന്നാൽ എൻ്റെ ജോബ് CEO എന്ന് പറയുന്ന എൻ്റെ ജോബ് ഡിമാൻഡ്സ് സ്റ്റോറി ടെല്ലിംഗ്. ഒരു സംഭവം എടുത്ത് അതിനെ സ്റ്റോറി ആക്കി അത് പ്രസന്റ് ചെയ്യണം. അതിന് പലപ്പോഴും എനിക്ക് പ്രസന്റേഷൻസിന്റെ ഹെൽപ്പ് വേണം. ആ പ്രസന്റേഷൻ ഷുഡ് ലുക്ക് ഗുഡ്. അങ്ങനെ ലുക്ക് ഗുഡ് ചെയ്യണമെങ്കിൽ ഡിസൈൻ എനിക്ക് അറിയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സ്ലൈഡ് ഷെയറിൽ പോയിട്ട്, ഇപ്പോഴും അവിടെ ഉണ്ട് ഒരു പ്രസന്റേഷൻ, യുവർ പവർ പോയിന്റ് പ്രസന്റേഷൻസ് സക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രസന്റേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അതിൽ പോയിട്ട് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് എങ്ങനെയാണ് ഒരു നല്ല പവർ പോയിന്റ് പ്രസന്റേഷൻ ബുള്ളറ്റഡ് ടെക്സ്റ്റ് അല്ലാതെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇരുന്ന് പഠിച്ചു. അങ്ങനെ ചെയ്ത് എൻ്റെ സ്ലൈഡ് ഷെയർ, ഇപ്പോൾ slideshare.com/r.arjunpillai എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ ഞാൻ ആദ്യം ചെയ്ത കാണാൻ വളരെ വൃത്തികേടായിട്ടുള്ള ഡെക്കുകളും പിന്നെ ഇംപ്രൂവ് ചെയ്ത് കാണാൻ ഭംഗിയുള്ള ഡെക്കുകളുടെ ഇവല്യൂഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാം. ഇത് ഞാൻ തന്നെ പഠിച്ച് വന്നതാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു സംഭവത്തിൽ നമുക്ക് നീഡായിട്ടോ പാഷനായിട്ടോ തോന്നുന്ന ഒരു സാധനം നമ്മൾ പഠിച്ച് നമ്മൾ ഒരു ലെവലിൽ നമ്മളെ ഒന്ന് പുള്ളി ചെയ്ത് ഗ്രൗണ്ട് 1-ലോ ഗ്രൗണ്ട് 2-ലോ എത്തിയിട്ട് അപ്പോഴാണ് നമുക്കറിയുന്നത്, യു നോ വാട്ട്, ഈ സാധനം എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, എനിക്കിത് ചെയ്തേ പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ചെയ്ത ഒരാളുടെ ഇന്നേ പഠിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് യു ലുക്ക് ഫോർ മെന്റോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് രാഹുൽ, യു ക്യാൻ കം ആൻഡ് ടോക്ക് ടു മീ ആൻഡ് സേ, അർജുൻ ഐ വോണ്ട് ഗോ ആൻഡ് മീറ്റ് ദീസ് പീപ്പിൾ, അല്ലെങ്കിൽ ഡു യു നോ എനിബഡി വർക്കിംഗ് അറ്റ് ദിസ് കമ്പനി, അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ പീപ്പിൾ വർക്കിംഗ് ഇൻ ദിസ് ഇൻഡസ്ട്രി, ക്യാൻ യു കണക്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് മെന്റോഴ്സ്. പിന്നെ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന തെറ്റെന്ന് വെച്ചാൽ മെന്റേഴ്സിനെ ചൂസ് ചെയ്യുന്നതിലുള്ള തെറ്റുണ്ട്. വെച്ചാൽ ആൾക്കാർ യു ഹാവ് ടു ഫൈൻഡ് പീപ്പിൾ ഹു ഹാവ് ബീൻ ദെയർ ആൻഡ് ഡൺ ദാറ്റ്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത് 10-15 പേരെ മെന്റേഴ്സായിട്ട് എടുക്കാതിരിക്കുക, 2-3 പേരിൽ ഒതുക്കി നിർത്തുക. കാരണം നിങ്ങൾക്ക് അത്രയും പേരുടെ ഇൻപുട്സ് എടുക്കാനും ആക്ടിവേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് 2-3 പേര്. എൻ്റെ ഇതിൽ 2012 കമ്പനി തുടങ്ങി 2015 വരെ എനിക്ക് മെന്റോഴ്സ് ഇല്ലായിരുന്നു. 2015 ഐ ഗോട്ട് എ മെന്റോർ. കണ്ടമാന സമയമൊന്നും പുള്ളി, ഹീസ് എ ബില്യണിയർ, പുള്ളിക്ക് ഒരു $10-15 ബില്യൺ നെറ്റ്വർത്ത് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പം പക്ഷെ പുള്ളി, ഞാൻ സമയം ചോദിക്കുമ്പോൾ പുള്ളി തരുമായിരുന്നു. പുള്ളി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തും ചിന്തിച്ചും ഒക്കെയാണ് ഞാൻ മുന്നോട്ട്, അന്ന് മുതൽ ഇപ്പോൾ വരെ ഈയിടെയും ഞാൻ പുള്ളിയോട് സംസാരിച്ചായിരുന്നു. Yeah, that is the answer, Rahul. Other questions? 10 ഇവിടെ എത്ര 48 പേരുണ്ട്. Keep the questions coming. ചേട്ടാ, രാഹുലേട്ടൻ്റെ ക്വസ്റ്റിന് ബാക്കപ്പ് ആയിട്ട് തന്നെ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഒരു B2B ബിസിനസ്സാണ്, B2B സ്റ്റാർട്ടപ്പാണ് ചേട്ടൻ തുടങ്ങിയത്, ബിസിനസ് ടു ബിസിനസ്. അപ്പോൾ മറ്റൊരു നമ്മൾ B2Cനേക്കാൾ ഒരു കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്ത് ഒരു കാര്യം പറയുന്നതിനേക്കാളും കൂടുതൽ പാടായിരിക്കും ഒരു വേറൊരു ബിസിനസ്സിനെ ചെന്ന് നമ്മളുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതെങ്ങനെ ചെയ്തത്, എങ്ങനെ ആ ഒരു കമ്പനി അപ്രോച്ച് ചെയ്തത്, അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് കമ്പനിയെങ്കിലും? ഈ B2C B2B എന്നൊക്കെയുള്ള സാധനം ഉണ്ടെന്ന് ഞാൻ പഠിച്ചത് പിന്നെയാണ്. ലൈക്ക് എനിക്ക് അങ്ങനെ കമ്പനി തുടങ്ങിയപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഔട്ട്സോഴ്സ്ഡ് പ്രോജക്ട്സ് ചെയ്യാം, അതിൻ്റെ അകത്തുനിന്ന് കാശെടുത്ത് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാം, ഇത്രേ അറിയത്തുള്ളായിരുന്നു. ഇതിൽ B2C ഏതാ B2B ഏതാ അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സെറൻഡിപ്പിറ്റിയാണ്. അത് സംഭവിച്ചു പോയി, സംഭവിച്ചത് നന്നായി ഇരിക്കുന്നു, ബീൻ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ ലുക്കിംഗ് ബാക്ക് ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ സ്മാർട്ട് പ്ലാൻ, ബട്ട് ദർ വാസന്റ് റിയലി എ പ്ലാൻ. അതാണ് ശരിക്കുള്ള സത്യം. ഈ എൻ്റെ കേസിൽ B2B ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഈസിയർ ദാൻ B2C. ഇപ്പം ഞാൻ B2B മാത്രമേ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോൾ B2Bയിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഇന്ന ടൈപ്പ് കമ്പനിയാണ് എനിക്ക് സെല് ചെയ്യേണ്ടത്, ഇന്ന ടൈപ്പ്, ആ കമ്പനിയിൽ ഇന്ന പെർസോണ, ഇന്ന പ്രൊഫൈലിലുള്ള, ഇന്ന ടൈറ്റിലുള്ള, ഇന്ന ഡെസിഗ്നേഷനിലുള്ള, ഇന്ന സീനിയോറിറ്റി ലെവലിലുള്ള ആളാണ് എനിക്ക് വേണ്ടത്. അത്രയും എനിക്കറിയാമെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി ഈസി ടുഡേ ടു ഫൈൻഡ് ദാറ്റ് പേഴ്സൺസ് ഇമെയിൽ, ദാറ്റ് പേഴ്സൺസ് ഫോൺ നമ്പർ, ദാറ്റ് പേഴ്സൺസ് ലിങ്ക്ഡിൻ. ഞാൻ നിങ്ങളുടെ എക്സാമ്പിളിൽ നിന്ന് പറയാം. റൈറ്റ്, നിങ്ങളിപ്പം 3rd ഇയറിൽ ഉള്ളവർ പതുക്കെ നിങ്ങൾ ജോലിയെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. 1st ഇയറിലുള്ളവർക്ക് ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങാം ഈ ഐഡിയ.
നിങ്ങൾ എല്ലാവരും പോയിട്ട് ലിങ്ക്ഡിനിൽ ഒരു അടിപൊളി പ്രൊഫൈൽ ഉണ്ടാക്കണം ആദ്യം. ദിസ് ഇസ് എ മസ്റ്റ് ഹാവ്. ഇപ്പം നിങ്ങൾ പോയി ആസ് ആൻ എക്സാമ്പിൾ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾക്ക് പോയി നോക്കാം. ഞാൻ അതിൻ്റെ ആവശ്യത്തിന് ടൈം സ്പെൻഡ് ചെയ്ത് എന്താ നമ്മൾ പൊലിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണ്. ആവശ്യത്തിന് പൊലിമ കൊടുത്തിട്ടുണ്ട് എൻ്റെ ലിങ്ക്ഡിനിൽ. സോ യൂസ് ദാറ്റ് ആസ് എൻ എക്സാമ്പിൾ. എന്നിട്ട് ബിൽഡ് ഔട്ട് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, റൈറ്റ്? ആ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 760 മില്യൺ പ്രൊഫഷണൽസ് ഉണ്ട് ലിങ്ക്ഡിനിൽ ഇന്ന്. സോ യു ക്യാൻ റീച്ച് എനിബഡി ഓൺ ദിസ് പ്ലാനറ്റ്, റൈറ്റ്? അപ്പോൾ ആവശ്യത്തിന് സെർച്ച് ഫിൽറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ HRസിനെ കിട്ടും, CTOമാരെ കിട്ടും, CEOമാരെ കിട്ടും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഉള്ള കമ്പനീസിന്റെ ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് ലിങ്ക്ഡിനിലേക്ക് പോയിട്ട് ആ കമ്പനി സെർച്ച് ചെയ്യുക. ആ കമ്പനിയുടെ സിഇഒയെ കണ്ടുപിടിക്കുക. ഇതെല്ലാം ലിങ്ക്ഡിനിൽ ചുമ്മാ സെർച്ച് ചെയ്താൽ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. കണക്ഷൻ റിക്വസ്റ്റ് അയച്ചാൽ 100 പേർക്ക് അയച്ചു കഴിഞ്ഞാൽ 50 പേരെ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഫൈൻ. 50 പേര് അക്സെപ്റ്റ് ചെയ്തു. 50 പേര് അക്സെപ്റ്റ് ചെയ്ത് 50 പേർക്ക് മെസ്സേജ് അയക്കുക. ഹലോ അർജുൻ, ഞാൻ അർജുൻ്റെ എക്സാമ്പിൾ എടുക്കാൻ. എൻ്റെ പേര് അർജുൻ. I'm Arjun. I am second year, third year in College of Engineering, Chenganur. I was looking at your company and I was very intrigued. Would it be possible for me to have a coffee with you at a time of your convenience if I come to your office? എന്നൊരു മെസ്സേജ് അയക്കുക. നിങ്ങൾ 50 പേർക്ക് മെസ്സേജ് അയച്ചാൽ എന്തായാലും ഒരു 10-15 പേര് യെസ് പറയും. കാരണം അവരൊക്കെ കാപ്പി കുടിക്കുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് കാപ്പി കുടിക്കുന്നതിന് അവർക്കൊരു വിരോധമില്ല, റൈറ്റ്? അതിൽ അങ്ങനെ ഒരു പ്രൊആക്റ്റീവ്നെസ് കാണിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ല, ആ ക്രൗഡഡ് പിരമിഡിൽ ആരും ഇത് ചെയ്യത്തില്ല. ജസ്റ്റ് ബൈ ഗോയിങ് ദാറ്റ് എക്സ്ട്രാ മൈൽ യു ആർ ജമ്പിങ് ഇൻ ടു ദാറ്റ് സ്മോൾ പെർസെൻറ്റേജ്, 0.1% നിങ്ങൾ ജമ്പ് ചെയ്യുകയാണ്. എന്നിട്ട് പറയാണ് ക്യാൻ ഐ ഹാവ് കോഫി വിത്ത് യു? അവർ പറയും ഓക്കെ ഷുവർ, കം ഇൻഫോ പാർക്കിലേക്ക് വാ, ഈ ദിവസം വാ, നമുക്ക് കോഫി കുടിക്കാം. നിങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിരിക്കുന്നു, പുള്ളി കാശ് കൊടുക്കും, നിങ്ങളുടെ ഇന്ന് കാശ് പുള്ളി മേടിക്കില്ല, പുള്ളിയുടെ ചിലവിൽ കാപ്പി കുടിക്കാം. കാപ്പി കുടിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് നോക്കുന്നത്, ഏത് ടൈപ്പ് ആൾക്കാരെയാണ് നിങ്ങൾ ഹയർ ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനത്തെ കമ്പനി വർക്ക് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഫ്രം നിങ്ങൾക്കൊരു ജോലി വേണം അല്ലെങ്കിൽ അറിയണമെന്നുള്ളത്. അർജുൻ്റെ കേസിൽ, സെല്ലിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഇതേ സാധനം തന്നെയായിരിക്കും നടക്കുന്നത്. പക്ഷേ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് ഐ ഹാവ് സംതിങ് ഓഫ് വാല്യൂ ടു യു, വുഡ് യു ലൈക്ക് ടു സ്പീക്ക് എന്നുള്ള രീതിയിലേക്ക്. അതായത് വൺ ഇസ് കൈൻഡ് ഓഫ് ആൻ അണ്ടർഡോഗ് പ്രൊപ്പോസിഷൻ. നമ്മളൊരു അണ്ടർഡോഗ് ആയിട്ട് ഇരുന്നുകൊണ്ട് ക്യാൻ യു ഹെൽപ്പ് മീ, ഡു യു മൈൻഡ് മീറ്റിംഗ് മീ എന്നൊരു ഇതിലാണ് വെൻ യു ആർ ആസ്കിങ് ഫോർ ഹെൽപ്പ്. സെയിൽസിലാണെങ്കിൽ ഐ നോ ദാറ്റ് യു ഹാവ് ദിസ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ യു, ഡു യു ഹാവ് 30 minutes ഫോർ us ടു ചാറ്റ് എന്ന് പറയുന്ന കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ എലമെന്റിൽ നിന്നാണ് യു ഗോ ഇൻ ടു എ സെയിൽസ് തിങ്. ഈ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ റീച്ചിങ് എ പേഴ്സൺ, ഫൈൻഡിങ് എ പേഴ്സൺ ഈസ് എ സോൾവ്ഡ് പ്രോബ്ലം. Okay, more questions. I want girls to ask questions. ഇത് പറഞ്ഞപ്പോൾ തന്നെ ആകാംക്ഷ ലെഫ്റ്റ് ദ മീറ്റിംഗ് എന്ന്. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ എന്നോട് ചോദിക്കല്ലേ ഇങ്ങനെ നോക്കട്ടെ. സോ ചേട്ടാ, സിസിലേക്ക് വരുമ്പോൾ യു ആർ റണ്ണർ ഓഫ് മെനി തിങ്സ്. അപ്പോൾ സിസി എന്ന ലൈഫിൽ പ്ലേ ചെയ്ത ആ ഒരു റോൾ, ഇപ്പോൾ എത്തി നിൽക്കുന്നതിലേക്ക് സിസിയുടെ ആ ഒരു റോൾ എന്തായിരുന്നു? ഒരുപാടുണ്ട്. നമ്മുടെ ആ 4 വർഷമാണ് ഞാൻ കയറി വന്ന ആളും ഇറങ്ങിപ്പോയ ആളും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഞാനൊരു ടെക്നോളജി തന്നെ ഹയർ സ്റ്റഡീസ് ഒക്കെ പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയി പോയേനെ. ഈ അതും ഇതൊക്കെ കോളേജിൽ, നമ്മുടെ കോളേജിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. കോളേജായിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. നമ്മുടെ കോളേജിൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ദാറ്റ്സ് എ റിയലി ബിഗ് ബോൺ ഫോർ അസ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവസ്യ സാറായിരുന്നു പ്രിൻസിപ്പല്. എന്നെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സും ഉണ്ട്, എന്നോട് ദേഷ്യം ഉണ്ടായിരുന്ന ടീച്ചേഴ്സും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ തെറ്റുണ്ട്. ഞാൻ സംസാരിക്കുന്ന രീതിയും നമ്മുടെ ഈ നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ഒരു സംസാരിക്കുന്ന രീതിയിലൊക്കെ ഉള്ള പോരായ്മയൊക്കെ കാരണമാണ് പലപ്പോഴും ടീച്ചേഴ്സിനോടൊക്കെ ടീച്ചേഴ്സിന് മാത്രമല്ല എൻ്റെ ബാച്ചിലുള്ളവർക്കൊക്കെ എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ദേവസ്യ സാറ് ആസ് എൻ എക്സാമ്പിൾ, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. ദേവസ്യ സാറിന് നമ്മുടെ ഇൻറ്റൻറ്റ് ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാനായിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പം ഞാൻ ചെയ്യുന്ന വിധം തെറ്റിയാലും പുള്ളി അതങ്ങ് ക്ഷമിക്കും. എന്നിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യും. ദേവസ്യ സാർ ഒരുപാട് പ്രാവശ്യം എന്ന് വെച്ചാൽ
ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ജേക്കബ് സാർ ഇരിപ്പുണ്ട്, ഒരു പ്രിൻസിപ്പലുമായിട്ടുണ്ടല്ലോ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് ഭയങ്കര എൻ്റെ ലൈഫിൽ ഭയങ്കര എൻ്റെ ലിങ്ക്ഡിനിൽ ദേവസ്യ സാറിലെ റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതിയിട്ടുണ്ട് ആക്ച്വലി, ഇഫ് യു ഗോ ആൻഡ് റീഡ് ഇറ്റ്. ഫസ്റ്റ് ഇയർ മുതൽ സാർ എന്നെ കാണുന്നുണ്ട്. ഞാൻ 2-3 എക്സാമ്പിൾസ് പറയാം എൻ്റെ ആ റിലേഷൻഷിപ്പ് വിത്ത് ദേവസ്യ സാർ. ഐ എം വെരി ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് സാർ എൻ്റെ മോളിൽ കാണിച്ച സപ്പോർട്ട്. ഒരു ദിവസം ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു ലെറ്റർ കൊണ്ട് ചെന്നു, ഒരു റിക്വസ്റ്റ് ലെറ്റർ ആണ്, ഏതോ ഒരു ഇവന്റ് നടത്താനോ എന്തോ. സാർ ആ ലെറ്റർ എടുത്തു, നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ആ ലെറ്റർ തിരിച്ചു തന്നിട്ട് പറഞ്ഞു, അർജുൻ, ഈ കോളേജിലെ ഒരു ആവറേജ് സ്റ്റുഡന്റ് വരുത്തുന്ന മിസ്റ്റേക്ക് ഞാൻ അർജുനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്താ തെറ്റെന്ന് പോലും ആ ലെറ്ററിൽ ഇത് പറഞ്ഞില്ല. ഗോ ബ്രിങ് മീ ദ ന്യൂ ലെറ്റർ എന്ന് പറഞ്ഞു. ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, മാർജിൻ കറക്റ്റ് അല്ല, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ആ ലെറ്ററിൽ. ഞാനല്ല എഴുതിയത്. അപ്പോൾ അത് നമ്മുടെ മോളിൽ ഒരു പ്രിൻസിപ്പൽ കാണിക്കുന്ന ട്രസ്റ്റാണ്. ഞാൻ ഓൾമോസ്റ്റ് എന്ത് സാധനം കൊണ്ട് സാറിൻ്റെ കൊടുത്താലും സാറ് അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇവോൾവ് ചെയ്യുന്ന റൈറ്റ്. അത് നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ജേക്കബ് സാറിൻ്റെ ഫസ്റ്റ് ഇയർ പോയിട്ട് സാറേ ഇത് സൈൻ ചെയ്തതാന്ന് പറഞ്ഞാൽ സാർ ചെയ്തില്ല. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം യു ബിൽഡ് ഔട്ട് യുവർ ട്രസ്റ്റ്. തേർഡ് ഇയറിലൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് കൊണ്ട് ചെന്നാലും ദേവസ്യ സാറിന് ഒരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. സാർ ഇപ്പം എനിക്ക് ലീവ് വിത്ത് അറ്റൻഡൻസ് എന്നുള്ള ഭാഗം ഗ്രീൻ ഇങ്കിന് അണ്ടർലൈൻ ചെയ്യും. ഇവൻ അറ്റൻഡൻസ് കൊടുക്കണം എന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞ് എനിക്ക് സൈൻ ചെയ്ത് തരുമായിരുന്നു. വേറൊരു ദിവസം ഞാൻ സാറിൻ്റെ റൂമിലേക്ക് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി പോയതാ. അങ്ങോട്ട് കയറി ചെന്ന ഉടനെ സാർ പറഞ്ഞു, അർജുൻ, നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആണ്, ഇത് അഡ്മിഷൻ ടൈം ആണ്, എനിക്ക് എൻ്റെ ഇമെയിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഞാനിത് എന്തോ ചെയ്യാനാ, ഞാൻ സെനറ്റിലും ഇല്ല. പക്ഷേ സാറിൻ്റെ ഇതെന്തെന്ന് വെച്ചാൽ ഇവന് ഈ കോളേജിനോട് പ്രതിബദ്ധതയുള്ള ഒരുത്തനാണ്, ഇവനോട് പറഞ്ഞാൽ ഇവൻ ആ കാര്യം പോയി ചെയ്യും എന്ന് സാറിനൊരു വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പറയാൻ പോയി എന്താന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു, സാർ നിൽക്കി ഞാൻ ഇപ്പം നോക്കാമെന്ന് പറഞ്ഞ് ചാടി വെളിയിൽ ഇറങ്ങി. നമ്മുടെ തന്നെ സീനിയർ അനൂപ് കെ ജയൻ എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു വെബ് ഹോസ്റ്റിങ്, ജോഫിൻ എന്നായിരുന്നു അന്നത്തെ വെബ്സൈറ്റ് കോർഡിനേറ്റർ. അവരെയൊക്കെ അപ്പം തന്നെ ഫോൺ വിളിച്ച് അവരെല്ലാവരും കൺഫേം ചെയ്തു അന്ന് രാത്രി തന്നെ സാധനം അപ്പാവുമെന്ന്. ഞാൻ സാറിനോട് തിരിച്ചു കയറി പറഞ്ഞു, സാറേ മാക്സിമം 3 മണിക്കൂർ അതിനുള്ളിൽ ഇത് അപ്പാവുമെന്ന് പറഞ്ഞു. അത് 2 മണിക്കൂറിൽ അപ്പായി. അത് കഴിഞ്ഞ് അത് അപ്പായി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സാറിന് ഒരു ഇമെയിൽ വെച്ചു, സാർ സാധനം അപ്പായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് എങ്ങനെയാണ് കോളേജ് സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ പ്രിൻസിപ്പൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് റൈറ്റ്. അപ്പോൾ ഒരു സപ്പോർട്ട് ഇല്ലാത്ത കേസസ് ഉണ്ട് കേട്ടോ. സിംഗപ്പൂർ ഇവന്റ് നടത്താൻ പോയല്ലോ നമ്മൾ. സിംഗപ്പൂർ വാസ് എ ഹ്യൂജ് ഇവന്റ്. വെള്ളിയാഴ്ചയാണ് എനിക്ക് പോകേണ്ടത്, എനിക്ക് എൻ്റെ ടീമിനും പോകേണ്ടത്. 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. എനിക്ക് ലീവ് തന്നില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. 4 മണിക്കുള്ള ഫ്ലൈറ്റിന് ചെങ്ങന്നൂരിൽ നിന്ന് 4 മണി വരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് കിട്ടിയില്ല. ഞാൻ അവധി എടുത്ത് ലീവ് പോയി ആണ് ഞാൻ ഇവന്റിന് പോയത് ശരിക്കും. അപ്പൊ എനിക്ക് സപ്പോർട്ട് കിട്ടാത്ത കേസസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബൈ ആൻഡ് ലാർജ് കോളേജിന്റെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ദാറ്റ് സ്റ്റുഡൻസ് ആർ ഡൂയിങ് എവറിത്തിങ് എന്ന് പറയുന്ന മെത്തേഡ്, അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ബൂം. രണ്ടാമത്തേത്, വൺസ് യു ഗെറ്റ് ടു എ ലെവൽ വെയർ യുവർ ടീച്ചേഴ്സ് ക്യാൻ ട്രസ്റ്റ് യു, ടീച്ചേഴ്സ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങും. അവിടെ വരെ എത്തുക എന്നുള്ളതാണ് എൻ്റെ കേസിൽ ഞാൻ അത് അറിയാതെ സംഭവിച്ചതാണ്, നമ്മൾ ചെയ്ത്. അപ്പം നിങ്ങളുടെ കേസിൽ ഇപ്പം ഞാൻ പറഞ്ഞു തരികയാണ്, ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിന് നിങ്ങളിൽ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്ത് കാണിക്കണം. അപ്പോൾ നിങ്ങൾ അടുത്ത റിക്വസ്റ്റും കൊണ്ട് ചെല്ലുമ്പോൾ അവർ പറയും, ഓക്കെ ഈ കുട്ടി ഇവൻ ചെയ്യും അല്ലെ ഇവള് ചെയ്യും, ലെറ്റ്സ് ഗിവ് ഇറ്റ് ടു ഹർ എന്ന് പറയുന്നത്. അതെൻ്റെ ഒരിതുണ്ട്, ഒത്തിരി ഉണ്ട്. പിന്നെ സെക്കൻഡ് ഇയറിൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് നടന്നത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ് എനിക്കൊരു മാനേജറിയൽ എബിലിറ്റി ഉണ്ടെന്ന്. തേർഡ് ഇയറിലാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്, വാട്ട് ഐ എം ഗോയിങ് ഇൻ ടു ദ മാനേജറിയൽ ട്രാക്ക് എന്ന്. ഫിലിപ്പ് ചെറിയൻ സാർ എൻ്റെ ഫൈനൽ ഇയറിൽ മാനേജീരിയൽ ആണോ പോകുന്നത് എന്ന് വണ്ടർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളി വിചാരിച്ച് ഞാൻ ടെക്നിക്കലായിരിക്കും പോകുന്നത്. ഞാൻ ടെക്നിക്കലി ഐ വാസ് ഗുഡ്. എനിക്ക് ഇലക്ട്രോണിക്സ് ഇപ്പോഴും ഭയങ്കര പാഷനാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ് ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ സാധനങ്ങളും. ഫിസിക്സിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്. പക്ഷേ മാനേജറിയലാണ് എനിക്ക് ബെറ്റർ എന്നും ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നതെന്നും കോളേജിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതിൻ്റെ അകത്ത് മാനേജറിയൽ എൻ്റെ പ്രോബ്ലംസ് പഠിച്ചത്. ദിസ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ചെങ്ങന്നൂർ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ ഐ തിങ്ക് ഇറ്റ്സ് ഫസ്റ്റ് ഇയറിൽ എൻ്റെ 5 ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ ചുറ്റും വന്നിട്ട് പറഞ്ഞു, ഡൂഡ് എന്നല്ല, ഞാൻ ഇംഗ്ലീഷിലാക്കി, എടാ ഉള്ള ഒരു സത്യം നിന്നോട് പറയാണ്, നമ്മുടെ ബാച്ചിലെ എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്ന രീതി വാസ് വെരി സെൽഫ് സെൻറ്റേർഡ്. വെദർ ഐ എം സെൽഫിഷ് ഓർ വെദർ ഐ എം സെൽഫ് സെൻറ്റേർഡ് ഇസ് വൺ തിങ്, പക്ഷെ ഞാൻ സംസാരിക്കുന്നത് റിഗാർഡ്ലെസ് വാസ് വെരി സെൽഫ് സെൻറ്റേർഡ്.
സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ ഐ എന്ന വാക്ക് ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു. അത് വളർന്നു വന്ന ഇന്ത്യയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഐ എന്നുള്ള വാക്ക് ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു. ഐ കിൽസ് വി, ഐ എന്നുള്ള വാക്ക് വി എന്നുള്ള വാക്കിനെ കില്ല് ചെയ്യുന്നതാണ്, റൈറ്റ്? അപ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സ് അന്ന് എന്നെ വിളിച്ച് അത്രയും ഹാർഷായിട്ട് എന്നോട് പറഞ്ഞു. അത് അന്ന് മുതൽ തുടങ്ങിയ ഒരു ചേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഐ സ്റ്റിൽ ഡോണ്ട് തിങ്ക് ഐ എം റിയലി ഗുഡ് അറ്റ് ഇറ്റ്. ഐ ഹാവ് ഇംപ്രൂവ്ഡ് ഫോർ ഷുവർ. അന്ന് മുതൽ അവർ പറഞ്ഞു തന്ന് പിന്നെ പലപ്പോഴായിട്ട് അവർ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും എടാ നീ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയും പലരും കൂടെ വന്ന് പിന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കുകയും ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അന്ന് അവരത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരിക്കലും ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഒരിക്കലും ഐ എന്ന് വെച്ച ഒരു സംഭവം കൊണ്ട് എനിക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് പ്രൊഫൗണ്ടസിൽ 72 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്തു. ഫുൾ കോൺടാക്റ്റിൽ 160 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്തു. ഇൻസെന്റീവ് വീണ്ടും ഒരു 35 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്തു. ഇപ്പം സൂം ഇൻഫോയിലെ എൻ്റെ ടീം ഡോണ്ട് ഈവൻ നോ ഹൗ ബിഗ് ഇറ്റ് ഈസ്. ഇറ്റ്സ് എ പ്രിറ്റി ബിഗ് ടീം. അപ്പോൾ അത്രയും വലിയ ടീമിനും ആ ടീമിന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം. ഞാൻ ലീഡറാന്ന് പറഞ്ഞ് മുന്നിൽ കയറി നിന്നാൽ ലീഡർ ആവാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവർ ചൂണ്ടിത് അവനാണ് ലീഡർ എന്ന് പറഞ്ഞാലേ ലീഡർ ആവാൻ പറ്റത്തുള്ളൂ. അതിന് ഉള്ള ഒരു നമ്മളെ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്, അല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നല്ല. സോ ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് ഹൗ മൈ ഫ്രണ്ട്സ് സപ്പോർട്ടഡ് അറ്റ് CEC. പിന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കോളേജിലെ സ്പോർട്സിൽ ബാഡ്മിന്റൺ കളിയാം. ബാഡ്മിന്റൺ അപ്പം 10 പോയിന്റ്, തേർഡ് ഇയറാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. പണ്ട് ഞങ്ങളാകെ 4 ബാച്ച് ഉള്ളായിരുന്നു. അപ്പൊ 4 ബാച്ച് 4 ഹൗസ് ആവും. 4 ഹൗസസ് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ബാഡ്മിന്റന്റെ ഫൈനൽ നടക്കുകയാണ്. അപ്പോൾ ബാഡ്മിന്റന്റെ 10 പോയിന്റ് ഞങ്ങൾക്ക് ഉറപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ കളിച്ച് ജയിക്കുമെന്ന്. പക്ഷെ അപ്പുറത്ത് അടിപൊളി ഫസ്റ്റ് ഇയർ മാത്തൻ എന്ന് പറയുന്ന അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരാൾ എന്നെക്കാളും നന്നായിട്ട് അവൻ കളിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാനും വേറെ ആളുമാണ് ഡബിൾസ്. അവൻ സ്പോർട്സിന് മാത്രം ബാറ്റ് എടുക്കുന്ന ആളാണ്. അപ്പൊ കളിച്ചു തുടങ്ങി. അവന് ഷൂസ് ഇട്ട് കളിക്കാൻ അറിയത്തില്ല. അപ്പൊ നമ്മുടെ സെന്റർ കോർട്ട് സിമെന്റ് ആണല്ലോ. കളിച്ചപ്പോൾ അവന്റെ കാലിന്റെ ഇവിടുത്തെ തൊലി ഇളകി കളിച്ച് അപ്പം ചോര വന്നു തുടങ്ങി. ആക്ച്വലി കളിയുടെ പകുതി നിൽക്കുകയാണ്. ഇത് ജയിച്ചാലേ കളി ആവത്തുള്ളൂ. അങ്ങനെ നിന്നപ്പോ ഞങ്ങളെല്ലാരും ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ക്യാപ്റ്റൻ ദീപക് വന്നിട്ട് എടാ ഇത് എങ്ങനെയെങ്കിലും കിട്ടണം, 10 പോയിന്റ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും ചുറ്റും നിന്ന് ക്ലാസ്മേറ്റ്സ് എല്ലാവരും അങ്ങനെ. ഞാൻ ഇവനെ നോക്കി, എടാ എങ്ങനാ? അവനിങ്ങനെ സൈഡിൽ നിന്ന് എടുത്തേണ്ട സിനിമ സ്റ്റൈലായിരുന്നു ശരിക്കും. സൈഡിൽ നിന്ന് എടുത്തേണ്ട ടവൽ ഇങ്ങോട്ട് മേടിച്ച് വെച്ച് അത് കാലയിലോട്ട് മുറുക്കി കേട്ടിട്ട് പറഞ്ഞു ചത്താലും വേണ്ടിയല്ല ജയിക്കാമെന്ന്. ഒരു രക്ഷയിലായിരുന്നു. പിന്നെ അപ്പുറത്തെ ടീം ഷട്ടിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ അടിച്ച് ജയിച്ചു ഫുൾ കളി. അപ്പൊ ആ ഒരു ജയിക്കാനുള്ള ഒരു ഇത്, ടീമിന് വേണ്ടി കളിക്കാനുള്ള ഒരു ഇത്, ഐ ക്യാൻ കീപ് ടോക്കിംഗ്. കോളേജിലെ ആ ഒരു ലൈഫില് നടന്ന ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ എല്ലാം എൻ്റെ ലൈഫിൽ ഭയങ്കര പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഇമ്പാക്ട് വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ 10:35. ഐ ഡോണ്ട് നോ ഹൗ അർജുൻ എത്ര നേരത്തേക്കാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഐ ഹാവ് ടൈം, സാറ്റർഡേ ആണ്. ഐ ഡോണ്ട് മൈൻഡ് സ്പെൻഡിങ് മോർ ടൈം. പക്ഷേ ടോട്ടലി അപ് ടു യു. ഇല്ല, കേട്ടിരിക്കാൻ രസമുണ്ട്, അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഒക്കെ വിചാരിക്കുന്നുണ്ട് ആവശ്യം ഇയാൾ ഭയങ്കര ബോറിംഗ് ആണല്ലോ, നിർത്തിച്ച് പോയാലോ? ഇല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് തന്നെ കേൾക്കുന്നുണ്ട്, കേൾക്കാൻ രസമുണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ പറയാം. നോക്കട്ടെ ഇതുവരെ. ചേട്ടാ, തുടക്കത്തിൽ ഒരുപാട് നോയും നെഗറ്റീവും ഒക്കെ കേട്ടിട്ടില്ലേ? എന്നിട്ടും ആ ഐഡിയ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മോട്ടീവ് എന്തായിരുന്നു? ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിലും ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നുകൂടെ റീതിങ്ക് ചെയ്യും, പറ്റത്തില്ല എന്നൊക്കെ ഒരു തോന്നൽ വരും. എന്നാലും മുന്നോട്ട് പോകാൻ തോന്നിയത് കുറെയൊക്കെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ഇതാന്ന് തോന്നുന്നു. ഞാന് വളർന്നു വന്നപ്പോൾ അച്ഛൻ ആക്ച്വലി ഒരു ഓണ്ടർപ്രനർ ആയിരുന്നു. എനിക്കത് പിന്നെയാണ് മനസ്സിലായത്. അച്ഛൻ ഓണ്ടർപ്രനർ ആണെന്ന് ഒരിക്കലും നമ്മള് അത് എല്ലാ ദിവസവും കാണുമ്പോഴാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യത്തില്ല, റൈറ്റ്? അച്ഛനൊരു റബ്ബർ ബാൻഡിന്റെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. വീടിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു കൊച്ചു ഫാക്ടറി. അപ്പൊ ഞാൻ എൻ്റെ നല്ല ഓർമ്മയില്ല, 4ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ ഒക്കെ ആയിരിക്കും, എൻ്റെ നല്ല ഓർമ്മയെ ഞാൻ കാണുന്നത് 6 മണിക്ക് അച്ഛൻ ജോലിക്ക് പോകും, 8 മണിക്ക് വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് 8:30 ജോലിക്ക് പോകും, 11 മണിക്ക് വന്നൊരു കാപ്പി കുടിക്കും, ജോലിക്ക് പോകും, 1:30 വന്ന് ഫുഡ് കഴിക്കും, ജോലിക്ക് പോകും, 4 മണിക്ക് വരും കാപ്പി കുടിക്കും, ജോലിക്ക് പോകും, 6 മണിക്ക് വന്ന് വീട്ടിലൊന്ന് കയറി ഭക്ഷണം കഴിച്ച്
TV-ലെ വാർത്ത കണ്ട് പ്രതികരണം എന്ന് മറ്റേ ദൂരദർശനായിരുന്നു, പ്രതികരണമോ എന്തെങ്കിലും, അത് 15 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ DD നാഷണലിൽ പോകുന്നില്ല വേറെ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെയും ജോലിക്ക് പോകും. എന്നിട്ട് ഒരു 11:30-12 വരെ പിന്നെയും ജോലി ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങും ഒബിയസ്ലി. എന്നിട്ട് തിരിച്ചു വന്ന് കിടന്നിട്ട് പിന്നെ 6 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെയും പോകും. ഈ ഒരു സൈക്കിളാണ് ഞാൻ കാണുന്നത്. ഒരാൾ 3 പേരുടെ ജോലി ചെയ്ത് ആണ് ഞങ്ങളെ. അച്ഛന് വളരെ സിമ്പിൾ ആയിരുന്നു, എൻ്റെ മക്കൾ എത്ര പഠിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് അവരെ പഠിപ്പിക്കണം. സിമ്പിൾ വിഷനാണ് അച്ഛൻ്റെ. അങ്ങനെയാണ് പുള്ളി. അപ്പൊ അച്ഛനോട് ഈ റബ്ബർ ബാൻഡിന്റെ കമ്പനി തുടങ്ങിയ സമയത്ത് തിരുവല്ലയിൽ അധികം റബ്ബർ ബാൻഡിന്റെ കമ്പനി ഇല്ല, ഞാൻ കോട്ടയത്താണ് യൂഷ്വലി. അപ്പൊ ഇത് തുടങ്ങി ഇത് എങ്ങോട്ടും എത്തുന്നില്ല. ആദ്യത്തെ ഒരു വർഷം ഹി കെപ്റ്റ് ഇൻവെസ്റ്റിംഗ് മണി ആൻഡ് ഹിസ് എഫേർട്ട് ആൻഡ് ടൈം ഇൻ ടു ഇറ്റ്. ഒന്നും കമ്പനി ഓടിയേ ഇല്ല. അപ്പൊ എല്ലാവരും അച്ഛനോട് പറഞ്ഞു, ദിസ് വോണ്ട് വർക്ക്, ക്ലോസ് ദിസ്, ഇത് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. അച്ഛൻ അന്ന് പറഞ്ഞു, ഒത്തിരി പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, എനിക്കും ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ അതിൻ്റെ അകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കഥ ഞാൻ കേൾക്കുന്നുണ്ട് പലപ്പോഴായിട്ടും ഇതായിട്ട്. അപ്പോൾ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ കഥയും അതും ഇതുമൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇമ്പാക്ട് ചെയ്യും. പിന്നെ അച്ഛൻ്റെ ആ ഒരു ജീൻസ് ഒബ്വിയസ്ലി ഉണ്ടല്ലോ, കുറച്ചൊരു ഈഗോ, കുറച്ചൊരു ആരഗൻസ്, അതെല്ലാം ഉണ്ട്. ഒരു ഓണ്ടർപ്രന്യൂറിന് അതെല്ലാം ഉണ്ട്. ഒരു ഓണ്ടർപ്രന്യൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ബ്രോക്കൺ ആയിട്ടുള്ള ആളാണ്. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ഒരിക്കലും ഒരു കമ്പനി തുടങ്ങുമ്പോൾ 5% ചാൻസ് പോലും ഇല്ല ജയിക്കാനായിട്ട്. നിങ്ങളോട് പറയാണ്, പരീക്ഷ എഴുതാൻ പോകുക, 5% സാധ്യതയുള്ളൂ നിങ്ങൾ ജയിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ആ പരീക്ഷ എഴുതാൻ തന്നെ നിങ്ങൾക്ക് തോന്നത്തില്ല. അതാണ് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ്. 5 വർഷം നിങ്ങൾ കമ്മിറ്റ് ചെയ്യുക, 5% ചാൻസ് ഉണ്ട് ജയിക്കാൻ. ഇതാണ് ഒരു സ്റ്റാർട്ടപ്പിന്റെ അവസ്ഥ. അപ്പൊ ഇതിലേക്ക് ചാടി ഇറങ്ങുന്ന ഒരുത്തന്, ദേ ആർ ഫണ്ടമെന്റലി സംതിങ് ഈസ് ബ്രോക്കൺ ഇൻസൈഡ് ദം, റൈറ്റ്? ദേ ഹാവ് ദാറ്റ് ഒരു സർട്ടൻ ലെവൽ ഓഫ് ആരഗൻസ്, സർട്ടൻ ലെവൽ ഓഫ് ഈഗോ ഉണ്ട്. അപ്പൊ നോ പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 രീതി നോയോട് റിയാക്ട് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ, what, the whole world is doom and gloom, I don't want to do anything, ഇങ്ങനെ വളരെ ഇത് പോവാം. അല്ലെങ്കിൽ ശരി, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ. എൻ്റെ ലൈഫിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. ചിലയിലായിരുന്ന സമയത്ത് വിവേക് വാധ്വ എന്ന് പറഞ്ഞത് വെളിയിൽ ആരും പറയരുത്, പുള്ളി ഒരു വലിയ സ്റ്റാർട്ടപ്പിന്റെ ആളാണ്, മറ്റേ സ്റ്റാൻഫോർഡിലെ ഒക്കെ പ്രൊഫസറാണ്. പുള്ളി സ്റ്റാർട്ടപ്പ് ചിലയുടെ മെന്ററാണ്. അപ്പൊ പുള്ളിയെ കാണാൻ കിട്ടുന്ന ഇതിൽ നമ്മൾ ചാടി ചെല്ലുകയാണ് പുള്ളിയുടെ അടുത്ത്. ചെന്നപ്പം പുള്ളിയെ ഞാൻ എൻ്റെ ആപ്പ് കാണിച്ചു, വൈബ് എന്ന് പറയുന്നത് നമ്മുടെ സക്സസ്ഫുൾ ആയ ആപ്പ് കാണിച്ചപ്പം പുള്ളി എൻ്റെ ആപ്പൊക്കെ എടുത്ത് നോക്കിയിട്ട്, വൈ ആർ യു ഈവൻ ഡൂയിങ് ദിസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഹ്യൂമൻ എന്ന് പറയുന്ന വേറൊരു ആപ്പ് പുള്ളിയുടെ മൊബൈലിൽ തുറന്നു വെച്ച് ലുക്ക് അറ്റ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് കാണിച്ചു. അടിപൊളി UI, ഭയങ്കര ഭംഗി അത് കാണാൻ തന്നെ. ഒരു ബില്യണിയറിന്റെ സണ്ണ് സിലിക്കോൺ വാലി തുടങ്ങിയ കമ്പനിയാണ്. അവർക്ക് തുടങ്ങിയ ദിവസം തന്നെ $1.5 മില്യൺ ഫണ്ടിങ് കിട്ടി. എൻ്റെ കമ്പനി 3 വർഷമായിട്ട് ഓടിയിട്ട് ആകെ $40,000 ആകെ കിട്ടിയിട്ടുള്ളൂ ടോട്ടൽ. ഞങ്ങളാകെ ഒരു 3-4 പേര്, അവന് സ്റ്റാൻഫോർഡിൽ പഠിച്ചവനും ഒക്കെയാണ്, വേറെ ലെവലാണ്. പറഞ്ഞു, യു ഗൈസ് ആർ ലൈറ്റ് ഇയേഴ്സ് ബിഹൈൻഡ് ദിസ്, വൈ ആർ യു ഈവൻ ഡൂയിങ് ദിസ് എന്നാണ് പുള്ളി എന്നോട് ചോദിച്ചത്. നമ്മളെന്ത് പറയാനാ, ഉത്തരവൊന്നും പറയാനില്ല. പ്രോഡക്റ്റ് ഇസ് റിയലി ഗുഡ്, നമ്മൾ പാവങ്ങൾ, നമ്മൾ നടന്നിറങ്ങി പോന്നു. പക്ഷെ അന്ന് പുള്ളി അത് പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു എൻ്റെ മനസ്സിൽ, ഞാൻ ഇങ്ങേരുടെ മുമ്പിൽ പോയി നിന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ പുഷ് ബാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്പ്രിങ്ങിനെ പുഷ് ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട്. അങ്ങോട്ട് തള്ളും തോറും that energy, potential energy is building എന്ന് പറയുന്ന ഒരു സംഭവം. എന്നിട്ട് 2 വർഷം കഴിഞ്ഞ് ഞാൻ പുള്ളിയെ സിലിക്കോൺ വാലി വെച്ച് കണ്ടു ഒരു ഇവന്റിന്. ഹ്യൂമൻ എന്ന് പറഞ്ഞ കമ്പനി പൂട്ടി, ഞാൻ എൻ്റെ കമ്പനി സക്സസ്ഫുള്ളി സെല് ചെയ്തു. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് പോയി, ഞാൻ ഒബ്വിയസ്ലി ഇതൊന്നും ചെയ്തില്ല, ഞാൻ പുള്ളിയോട് പക്ഷേ ചോദിച്ചു, ഹൗ ഈസ് ഹ്യൂമൻ ഡൂയിങ് എന്ന് ചോദിച്ചു. എനിക്കറിയാത്ത കമ്പനി പൂട്ടാണെന്ന്. അപ്പം പുള്ളി പറഞ്ഞു, they are not doing as good as I thought they would do. ഞാൻ അത്രയും പറഞ്ഞിട്ട് ഞാൻ നടന്നു പോവുകയും ചെയ്തു. പക്ഷെ ബാക്കിയുള്ളവർ പറയുന്നത് അവരുടെ പെർസെപ്ഷനും അവരുടെ പേഴ്സ്പെക്റ്റീവുമാണ്. അവരുടെ ലൈഫും നമ്മുടെ ലൈഫും നമ്മൾ ചെയ്യുന്നതും ഒന്നും ഇതുമായിട്ട് കോറിലേഷൻ ഇല്ല. അപ്പോൾ ഒരു സർട്ടൻ ലെവലിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അവർ എന്തുവല്ലും പറഞ്ഞോട്ടെ, പീപ്പിൾ സേ വാട്ട് ദേ സേ, ലെറ്റ് ദം സേ എന്ന് പറയുന്ന ഒരു സംഭവം. ഈ നോ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു ഇത് തോന്നുമെങ്കിലും പിന്നെയും ചെയ്യാനായിട്ടുള്ള ഒരു വിഗർ അത് ഉണ്ടാവണം ലൈഫിൽ. നോ കിട്ടാതെ, എൻ്റെ ആദ്യത്തെ ഫണ്ട് റൈസ് 2.4 കോടി രൂപ ഞാൻ റേസ് ചെയ്തപ്പോൾ 65 പേര് നോ പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും കോളിൽ കയറും, 5 പേര് നോ പറയും, അടുത്ത ദിവസം കോളിൽ കയറും, 5 പേര് നോ പറയും. അങ്ങനെ ഞാൻ കുറേ ദിവസം കോളിൽ കയറി 65 പേര് നോ പറഞ്ഞ് 66ാമത്തെ ആളാണ് യെസ് പറയുന്നത് ആദ്യമായിട്ട്. പിന്നെ 72 പേരിനുള്ളിൽ ഞാൻ ക്ലോസ് ചെയ്തു, ആ 2.4 crores കിട്ടി. പക്ഷെ ആദ്യത്തെ ആ യെസ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ചിലപ്പോഴൊക്കെ ഞാൻ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ, ഞാൻ 1.5 വർഷം പുറകെ നടന്ന് റിക്രൂട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഇസ് സോ ഗുഡ് ദാറ്റ് ഐ വാണ്ട് ടു വർക്ക് വിത്ത് ദാറ്റ് പേഴ്സൺ. പുള്ളി പക്ഷേ വേറെ കമ്പനിയിലാണ്, നല്ല സാലറി ഉണ്ട്, എനിക്ക് അത്ര സാലറി കൊടുക്കാൻ എബിലിറ്റി ഇല്ല, ലൊക്കേഷൻ വോട്ടെവർ. 1.5 വർഷം ഫോളോ ചെയ്ത് ഞാൻ റിക്രൂട്ട് ചെയ്ത ആൾക്കാരുണ്ട്.
ഞാൻ കേൾക്കുന്ന എല്ലാ നോയും ഉണ്ടല്ലോ ടെമ്പററി നോസ് ആണ്. ഞാൻ ഒരിക്കലും ഒരു പെർമനന്റ് നോ കേൾക്കാറില്ല. ഏത് നോ ആര് പറഞ്ഞാലും ദാറ്റ്സ് എ ടെമ്പററി നോ. അറ്റ് ദാറ്റ് പോയിന്റ് ദേ ടോൾഡ് എ നോ, ദാറ്റ്സ് എ ടെമ്പററി നോ. അടുത്ത തവണ വെൻ തിങ്സ് ചേഞ്ച് ഐ ക്യാൻ ഗെറ്റ് എ യെസ് ഫ്രം ദിസ് പേഴ്സൺ. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതുമാണ്. ആരുടെയും നോ പെർമനന്റ് അല്ല. നിങ്ങളൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിക്കുക. എൻ്റെ ഫ്രണ്ട് ദീപക്, ഞാൻ മുമ്പേ പറഞ്ഞ ഇത്, അവൻ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ ഒരേ പെണ്ണിനെ 16 തവണ പ്രപ്പോസ് ചെയ്തു. അവസാനം ഇപ്പൊ കല്യാണം കഴിച്ച് കാനഡ സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ ഒരു കുഞ്ഞൊക്കെ ആയി. അപ്പോൾ ഒരു നോയും പെർമനന്റ് അല്ല. ഈ കണ്ടിന്യൂസ്ലി എന്ന് വെച്ചുകൊണ്ട് ഒരാൾ നോ പറഞ്ഞാൽ അല്ല ബുദ്ധിമുട്ടിക്കാന്നല്ല കേട്ടോ, പോയി സ്റ്റോപ്പ് ഒന്നും ചെയ്തളയില്ല, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ബേസിക്കലി ഒരു നോയും പെർമനന്റ് നോസ് അല്ല. ഇഫ് യു ക്യാൻ കണ്ടിന്യൂ ടു വർക്ക് ഓൺ യുവർ തിങ്സ് ദെൻ ഇവൻച്വലി ഇറ്റ് വിൽ ബിക്കം എ യെസ്. ഇൻഫോസിസ് ജോബ് റിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അത് എഗെയിൻ ഇറ്റ് ഗോസ് ബാക്ക് ടു ദാറ്റ് പോയിന്റ്, റൈറ്റ്? നമ്മൾ പ്രിൻസിപ്പലിന്റെ അടുത്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ പേരൻസിൻ്റെ അടുത്തും ഹോപ്പ്ഫുള്ളി ആ ട്രസ്റ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ബിൽഡ് ചെയ്തിട്ടുണ്ടാവാം. അതായിരിക്കാം ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് സപ്പോർട്ട് കിട്ടാനുള്ള റീസൺ. എൻ്റെ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛനോട് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നീ ഇറങ്ങിക്കോ. ഇതായിരുന്നു അച്ഛൻ്റെ. അമ്മമാരുടേത് കുറച്ചുകൂടെ ഇതാണ്, നിനക്ക് ഇഷ്ടമുള്ള, നിനക്ക് സന്തോഷം കിട്ടുന്ന എന്താണോ അത് നീ പോയി ചെയ്യും. ഇതായിരുന്നു അമ്മയുടെ റെസ്പോൺസ്. ഇത്രേ ഉള്ളായിരുന്നു. ഒറ്റ കോൺവെർസേഷൻ. ഞാൻ ആ കോൺവെർസേഷൻ ശരിക്കും ഓർക്കുന്ന പോലും ഇല്ല. ഇറ്റ് വാസ് ഇമ്മെറ്റീരിയൽ. വളരെ പെട്ടെന്ന് റെസിഗ്നേഷൻ കോൺവെർസേഷൻ കഴിഞ്ഞു. പെർഫെക്ഷൻ ഈക്വൽ പാരാലിസിസ്. അത് ഞാൻ പറഞ്ഞതിനോടുള്ള കോമെന്റ് അതൊന്നു ഐ അഗ്രി. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇസ് ആസ്പയർ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ പെർഫെക്ഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ചീത്തയാണ്. How did you hire your team? Before hiring them, what are the important factors? Okay. Hiring the team 2 ലെവൽസ് ഉണ്ട്. ഒന്ന് കോ-ഫൗണ്ടേഴ്സിനെ ഹയർ ചെയ്യുക എന്നുള്ളതും രണ്ടാമത് ഏർലി ടീമിനെ ഹയർ ചെയ്യുക എന്നുള്ളതും. ഇത് രണ്ട് ലെവൽസ് ആണ് കമ്പനിയുടെ കേസിൽ. കോ-ഫൗണ്ടേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ട്രസ്റ്റ് ഫാക്ടർ ആണ് ആദ്യത്തേത്, വിച്ച് നിങ്ങളുടെ കേസിൽ ഭയങ്കര നല്ലതാണ്. നിങ്ങൾ അങ്ങോട്ടും തൊട്ടപ്പുറം ഇപ്പം മിഥുന് ഫസ്റ്റിനെ നന്നായിട്ട് അറിയായിരിക്കും, അല്ലെ അർജുനെ നന്നായിട്ട് അറിയായിരിക്കും. സോ ആ ഒരു ട്രസ്റ്റ്, കോളേജിൽ ഫോം ചെയ്യുന്ന ആ ട്രസ്റ്റ് ഭയങ്കര നല്ലതാണ്. അങ്ങനെയാണ് എൻ്റെ ആദ്യ കമ്പനി തുടങ്ങുന്നത്. ട്രസ്റ്റ് ആണ് ഫസ്റ്റ് ഫാക്ടർ കോ-ഫൗണ്ടേഴ്സുമായിട്ട്. കോ-ഫൗണ്ടറിനെ എന്ന് പറയുന്നത് ഒരു മാരേജിന് ഈക്വലന്റ് ആണ്. എൻ്റെ പ്രീവിയസ് കോ-ഫൗണ്ടർ അനൂപ് തോമസ് മാത്യു, എൻ്റെ ഫസ്റ്റ് കമ്പനിയുടെ കോ-ഫൗണ്ടർ, അൺടിൽ റീസെന്റ് അവൻ പറയുമായിരുന്നു, അവൻ്റെ വൈഫിനോട് അവൻ പറയായിരുന്നു, ഞാൻ നിന്റെ കൂടെ ഒരു ബെഡിൽ കിടന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ അർജുൻ്റെ കൂടെ ഒരു ബെഡിൽ കിടന്നിട്ടുണ്ടെന്ന്. ഇത് ഫാക്ച്വലി കറക്റ്റ് ആണ്. 4.5 വർഷം ഞങ്ങൾ ഒരു റൂമിൽ ഒരു ബെഡിന്റെ അപ്പുറം ഇപ്പുറം, ഡബിൾ കോട്ടിന്റെ അപ്പുറം ഇപ്പുറം കിടന്നാണ് കമ്പനി ഓടിച്ചത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 4.5 വർഷം കഴിയുന്നിടം വരെ ഐ സ്റ്റിൽ വാസ് ദ വിന്നർ. അപ്പൊ അത്രയും ലെവൽ ഓഫ് ട്രസ്റ്റ് വേണം ഇൻ യുവർ കോ-ഫൗണ്ടർ. അതാണ് ഫസ്റ്റ് തിങ് ടു ലുക്ക് ഫോർ. ദ സെക്കൻഡ് തിങ് ടു ലുക്ക് ഫോർ ഇസ് യു ഹാവ് ടു, നമ്മൾക്ക് ഏത് സ്കില്ലാണോ ഉള്ളത് അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്കില്ലുള്ള ആളെ ആയിരിക്കണം ഹയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോ-ഫൗണ്ട് ചെയ്യാൻ വിളിക്കുന്നത്. അത് പലപ്പോഴും കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആണ്. ഞാനിപ്പോൾ അനക്കയായിട്ട് സംസാരിക്കുമ്പോൾ അനക്കയും ഞാനും ഒരേ വേവ് ലെങ്ത്തിൽ ഒരുപോലെ സംസാരിക്കുമ്പോഴാണ് കോ-ഫൗണ്ടർ ആക്കാൻ നമുക്ക് തോന്നുന്നത്. പക്ഷെ എൻ്റെ അനക്കയുടെ സ്കിൽസ് ഒന്നാണെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക് ഔട്ട്, റൈറ്റ്? സോ കോംപ്ലിമെന്ററി സ്കിൽസ്. ഇപ്പം ATM എന്ന് പറയുന്നത് ഹീസ് അനൂപ് തോമസ് മാത്യു ആണ്, ഞങ്ങൾ ATM എന്ന് പറയുന്നത്. ATM-ന് അവൻ ഹി വാസ് ടെക്നിക്കലി വെരി ഗുഡ്. ഞാനൊരു ടെക്നിക്കൽ ഇല്ലിറ്ററേറ്റ് ആണ്. എനിക്കൊരു HTML പോലും എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. അപ്പം ഞാൻ ഒരു കോ-ഫൗണ്ടർ എന്നുള്ള രീതിയിൽ വിളിക്കുമ്പോൾ കോംപ്ലിമെന്ററി സ്കില്ലായിട്ടുള്ള ഒരാളെ ആയിരിക്കണം. ATM-ന്റെ പ്രസന്റേഷൻ സ്കിൽ ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. എൻ്റെ പ്രസന്റേഷൻ സ്കിൽ വാസ് പ്രിറ്റി ഗുഡ് ബിക്കോസ് ഓഫ് ഓൾ ദീസ് തിങ്സ് ദാറ്റ് ഐ ഹവ് ഡൺ. അപ്പോൾ അവന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള അങ്ങനത്തെ ആളെ ആയിരിക്കണം കോ-ഫൗണ്ടറിൽ വിളിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റ്, കോംപ്ലിമെന്ററി സ്കില്ല്. മൂന്നാമത്തേത് വളരെ സിമ്പിളാണ്, ഹാർഡ് വർക്ക്, പാഷനേറ്റ്, ഗ്രിറ്റ് എന്ന് ഒറ്റ വാക്കി പറയാം. ഈ ഉടുമ്പ് പിടിക്കുക എന്ന് പറയുന്ന പോലെ പിടിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി. എന്തോ സംഭവിച്ചാലും വിടത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇതാണ് മൂന്നാമത്തെ സംഭവം. ഇത് മൂന്നാണ് കോ-ഫൗണ്ടർ. ഏർലി ടീമിനെ നോക്കുമ്പോഴും പ്രിറ്റി മച്ച് ഇത് തന്നെയാണ്, പക്ഷെ അതിന്റെ വാല്യൂ കുറയും. ട്രസ്റ്റ് അത്രേ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗ്രിറ്റ് അത്രേ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്കില്ല് അത്രേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം യു ക്യാൻ ഓൾവേസ് ഹാവ് മോർ പീപ്പിൾ എന്നുള്ള ഇതുകൊണ്ട്. പക്ഷെ ഇത് മൂന്നുമാണ് പ്രിറ്റി മച്ച് ഏർലി ടീമിലും നമ്മൾ നോക്കേണ്ടത്. കോ-ഫൗണ്ടർ എഗ്രിമെന്റ് ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ? കോ-ഫൗണ്ടർ എഗ്രിമെന്റ് അല്ല. വെൻ യു ഫോം എ കമ്പനി യു ഹാവ് ടു ഫോം എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ ഉണ്ടാക്കണം. ആ കമ്പനിക്ക് ഒരു ലീഗൽ ഇതുണ്ട്. വർക്ക് വിത്ത് എ CPA അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റുമായിട്ട് വർക്ക് ചെയ്തിട്ട് അതിനൊരു ലീഗൽ ആയിട്ടൊരു
ഈ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഇസ് കൈൻഡ് ഓഫ് യൂസ്ലെസ്. അത് ചെയ്യരുത്. ഇഫ് യു ആർ സ്റ്റാർട്ടിംഗ് എ കമ്പനി, ഗോ സ്റ്റാർട്ട് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അങ്ങനത്തെ ഒരു എൻറ്റിറ്റി ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻടു ദ ഡീറ്റെയിൽസ്. പക്ഷേ ഒരു അക്കൗണ്ടന്റിനെ കണ്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ ആ എഗ്രിമെന്റ് അതൊരു കമ്പനിയുടെ എഗ്രിമെന്റ് ആണ്. ആ കമ്പനിയുടെ 3 അല്ലെങ്കിൽ 4 എംപ്ലോയീസ് ആയിട്ടായിരിക്കും ഈ ഫൗണ്ടേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയിട്ടായിരിക്കും ഈ ഫൗണ്ടേഴ്സ് വരുന്നത്. അത് നല്ലതായിട്ട് ഗൈഡഡ് ആവും പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്ക്. ഡിഡ് യു എൻകറേജ് someone to start a company with a good idea? Okay. When should you start a company is the question. ഞാൻ എപ്പോഴും കിട്ടുന്ന ക്വസ്റ്റൻ ആണ്, when do you start a company? ഭയങ്കര ഇൻട്രസ്റ്റ്. അതിന് റൈറ്റ് ആൻസർ ഇല്ല. when would you start a company, right? I started at 23. 23 വയസ്സിൽ ഞാൻ കമ്പനി തുടങ്ങി. പക്ഷെ അത് 2 രീതി പറയാം. യു ക്യാൻ ഈതർ സ്റ്റാർട്ട് യങ് ആൻഡ് സ്റ്റൂപ്പിഡ് ഓർ ഓൾഡ് ആൻഡ് വൈസ് എന്ന്. ഇത് എൻ്റെ തന്നെ തിയറിയാണ്, അതുകൊണ്ട് വലിയ വാല്യൂ ഒന്നും കാണത്തില്ല. യങ് ആൻഡ് സ്റ്റുപ്പിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര യങ് ആണ്, ഒന്നും അറിയത്തില്ല, പക്ഷെ ഒരുപാട് എനർജിയും ഒരുപാട് ടൈമും ഒരുപാട് ഹാർഡ് വർക്കും വളരെ ചെറിയ റിസ്ക്കും അതിലാണ് നിങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്, റൈറ്റ്? സോ യു ക്യാൻ സ്റ്റാർട്ട് ആൻഡ് യു ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട്. ഓൾഡ് ആൻഡ് വൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ട്, കുറച്ച് കാശുണ്ട്, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ റിസ്ക് വളരെ കൂടുതലാണ്. ഫാമിലി ഉണ്ടാവാം, ചിൽഡ്രൻ ഉണ്ടാവാം, അതുപോലത്തെ കുറെ കാര്യങ്ങൾ. സോ ഇത് രണ്ടും ഉണ്ട്. ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല. ദർ ഇസ് നോ റൈറ്റ് ആൻസർ ഫോർ ദാറ്റ്. എൻ്റെ സജഷൻ ഈസ് സ്റ്റാർട്ട് ഏർലി. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം തൊട്ട് ഒരു ഗൈസിനാണെങ്കിൽ ഒരു 28 വയസ്സ് 29 വയസ്സ് വരെ, ഗേൾസിലാണെങ്കിൽ പ്രോബബ്ലി ഒരു 26 to 27 ഇയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പുഷ് ചെയ്യായിരിക്കും. അത്രയും നാൾ നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് കിട്ടും. യു ക്യാൻ മേക്ക് യുവർ മിസ്റ്റേക്സ്, യു ക്യാൻ ലേൺ ഫ്രം ദാറ്റ്. എന്നിട്ട് പതുക്കെ മുന്നോട്ട് പോകാനും കാര്യങ്ങൾ. ഒരു 5 വർഷത്തെ ടൈം മതി. എൻ്റെ അനുഭവത്തിൽ ഇഫ് യു സ്പെൻഡ് 24 months really trying to figure out a problem, you'll be pretty good at it. അപ്പോൾ 24 മാസം നന്നായിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ യു വിൽ ലേൺ. അങ്ങനെയുള്ള ഒരാൾ എപ്പോഴും വാല്യുബിൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ സജഷൻ സ്റ്റാർട്ട് ഏർലി സോ ദാറ്റ് യു ഹാവ് ടൈം, ലെസ് റിസ്ക്, യു ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട്. സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴല്ലോ നമ്മൾ ഈ കാശും അതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ്സ് ഓൾവേസ് എ ബൈ പ്രോഡക്റ്റ്, റൈറ്റ്? മണി ഈസ് ഓൾവേസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഡൂയിങ് എക്സലന്റ് വർക്ക്. പൈസയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലേണിങ് ഭയങ്കരമായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഇൻഫോസിസിൽ 1.5 വർഷം കൊണ്ട് പഠിച്ചതിനെക്കാട്ടിലും കാര്യങ്ങൾ ഞാൻ 2 മാസത്തിൽ സ്റ്റാർട്ടപ്പിൽ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഓഫീസ് കഴുകുന്നതും മുതൽ കോർപ്പറേറ്റ് പ്രസന്റേഷൻ ചെയ്യുന്നതും വരെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഭയങ്കര വാല്യുബിളാണ്. അപ്പം നമ്മളൊരു കമ്പനി തുടങ്ങി അത് സക്സീഡ് ചെയ്താലും ഫെയിൽ ആയാലും, a company can fail or succeed, an entrepreneur does not fail. ആ ഓൺടർപ്രന്യൂർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ലേണിങ് കിട്ടും. ഇപ്പം എൻ്റെ അടുത്ത് വന്നൊരു ഓൺടർപ്രന്യൂർ പറയാണ്, ഞാനൊരു കമ്പനി തുടങ്ങി, അത് പൊട്ടി, ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഞാൻ അയാളെ ഹയർ ചെയ്യാൻ അപ്പം തന്നെ ശ്രമിക്കും. കാരണം ഐ നോ ദാറ്റ് ദ വാല്യൂ ഓഫ് ദ ലേണിംഗ് ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് സ്റ്റാർട്ടറെ, അത്രയും പാഷനേറ്റ് ആയ, അത്രയും മോട്ടിവേറ്റഡ് ആയ, അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, അത്രയും കഴിവുള്ള, അത്രയും പഠിച്ച ഒരാളെ ഞാൻ ഇന്ന് വേണേലും ഹയർ ചെയ്യും. ഇൻഫാക്ട് ഞാൻ ഒത്തിരി പേരെ അങ്ങനെ ഹയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിൽ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അശ്വിൻ, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന വിക്സൺ, ഒത്തിരി പേര് അവർ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി. ദാറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്, പക്ഷേ they are doing excellent in their career now in other companies because of the learning that they got from their companies. Okay, നമുക്ക് ഒരു 5 മിനിറ്റ് 5-6 മിനിറ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ അർജുൻ? ഒരു മിനിറ്റ്. അഭിഷേക് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, നമുക്ക് അത് കഴിയുമ്പോൾ അർജുനിലേക്ക് വരാം. ഓൺടർപ്രന്യൂഴ്സ് യു ഫോളോ ടിൽ ഡേറ്റ്. ഒത്തിരി പേരുണ്ട് അഭിഷേക്. ഞാൻ ജനറലി എൻ്റെ ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ എല്ലാവരിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കാണുന്ന എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ നടക്കാറില്ല. അപ്പോൾ ഓരോ ഫൗണ്ടേഴ്സിനും ഓരോ പിന്നെ എൻ്റെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഞാൻ ഈ ന്യൂസ് പേപ്പറിൽ കാണുന്നതോ അല്ലെങ്കിൽ ഇപ്പം മഹാത്മാഗാന്ധി ആൾ അടിപൊളിയാണ്, പക്ഷെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനോ അദ്ദേഹത്തിനെ റോൾ മോഡൽ ആക്കാനോ പുള്ളിയെ ഫോളോ ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. ഹി വാസ് ബിഫോർ മൈ ടൈം, റൈറ്റ്? അബ്ദുൽ കലാം സാറിനെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അദ്ദേഹത്തെ, പുള്ളി പറഞ്ഞ കാര്യങ്ങളും പുള്ളിയുടെ വീഡിയോസും, പുള്ളിയെ ഓക്കെ ഐ ക്യാൻ ലേൺ ഫ്രം ഹിം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കാണുന്ന എല്ലാ ആൾക്കാരിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം എനിക്കറിയാവുന്ന ഫൗണ്ടേഴ്സ് ഉണ്ട്.
പിയർ ഫൗണ്ടേഴ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാർ, റൈറ്റ്? ഞാനും അയാളും ഒരുപോലെ കമ്പനി തുടങ്ങി, ഒരുപോലെ വളർത്തി. ഇപ്പൊ എന്റെ കമ്പനിയുടെ സിഇഒ ഹെൻറി ഷക്ക്, സൂമിൻഫോയുടെ സിഇഒ, ഈസ് എൻ അമേസിംഗ് ഗൈ. പുള്ളി കിടിലൻ ഓണ്ടർപ്രന്യൂർ ആണ്. ഇപ്പം സ്റ്റീവ് ജോബ്സ്, പുള്ളിയുടെ പ്രസന്റേഷൻ ഇമാക്കുലേറ്റ് പ്രസന്റേഷൻ ആണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ പ്രസന്റേഷൻസിൽ നിന്നും പുള്ളിയുടെ ആസ്പിറേഷൻ ടു പെർഫെക്ഷൻ അതിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ, ഐ എം എ ഹ്യൂജ് ഫാൻ. ഞാൻ പുള്ളിയുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിയിൽ നിന്നല്ല, പുള്ളിയെക്കുറിച്ച് വായിച്ചും അറിഞ്ഞും കേട്ടും അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഇപ്പം എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന അരുണാനന്ദ് എന്ന് പറഞ്ഞ, അരുണാനന്ദിനെ മിക്കവർക്കും ഒത്തിരി പേർക്ക് അറിയായിരിക്കും ടീച്ചേഴ്സിലൊക്കെ. അരുണാനന്ദിൻ്റെ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദ വേ ഹി ഡോക്യുമെന്റ്സ് ദ ഡോക്യുമെന്റ്, അങ്ങനെയൊക്കെ എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ ഇലോൺ മസ്കിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഹി ഹാസ് ഗോട്ട് ബിഗ് ബോൾഡ് ഗോൾസ്. പിന്നെ എനിക്കറിയാവുന്ന ഓണ്ടർപ്രനേഴ്സിനൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഈ ഡോക്യുസെൻ്റെ സിഇഒ, ഒക്ടയുടെ സിഇഒ എന്നൊക്കെ പറയുന്ന ടെക്കിന്റെ അകത്തുള്ള ആൾക്കാരാണ്. അർജുൻ എന്താ ചോദിക്കാൻ വന്നത്? ചേട്ടാ, നമ്മുടെ ഈ മീറ്റിൽ ഇരിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പൊ അവർക്ക് കൊടുക്കാൻ വരുന്ന ഒരു അഡ്വൈസ് എന്താ? തുടങ്ങുക, അതാണ് അഡ്വൈസ്. ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പ്, ഡു ഇറ്റ് ഫോർ ദ റൈറ്റ് റീസൺസ് ദോ. നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യും. എനിക്ക് വളരെ ഇഷ്ടമാണ് ആൾക്കാർ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നവരായിരുന്നു. ഒറ്റ ചോദ്യമുള്ളൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്? വൈ ഡു യു വാണ്ട് സ്റ്റാർട്ടപ്പ്? ഇസ് ഇറ്റ് ടു എന്താ, ഞാൻ എൻ്റെ സ്വന്തം ബോസ് ആണ് അതുകൊണ്ടാണ് എനിക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്? അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു സിഇഒയുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റേഴ്സെ കുറച്ച് കാശ് തരുമോ? ടീം മെമ്പറെ വന്ന് ജോയിൻ ചെയ്യുമോ? എടാ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തരുമോ? ഇറ്റ്സ് എ സെർവന്റ് ലീഡർ റോൾ. ഒരു സിഇഒ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെർവന്റ് ലീഡർ റോൾ, അല്ലാതെ ഒരു ബോസ് അല്ല. അപ്പോൾ കുറെ റീസൺസ് ഉണ്ട് ആൾക്കാർക്ക്. ഡു ഇറ്റ് ഫോർ ദ റൈറ്റ് റീസൺ. ഇഫ് ദർ ഇസ് എ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് that is keeping you awake at night and you're really passionate about solving that problem, in my opinion that is the reason to start a company. അപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്യുക. ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി an amazing experience. നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ടപ്പ് ചെയ്യത്തില്ല, എല്ലാവരും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എല്ലാവരും ഓരോരോ ഇഷ്ടമുള്ള കരിയേഴ്സ് ചൂസ് ചെയ്യണം. ചെയ്യുന്നതിൽ ഉള്ള ആൾക്കാർ എന്തിനു വേണ്ടിയാണ് എനിക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ശരിക്കും ആലോചിക്കുക. ടേക്ക് യുവർ ടൈം, ടേക്ക് മന്ത്സ്, ഇറ്റ്സ് ഓക്കെ. ഇത് റേസ് ഒന്നുമല്ല. നിങ്ങൾ ആദ്യം അവിടെ എത്തണം നിർബന്ധമൊന്നുമില്ല. 23-ാം വയസ്സിൽ കമ്പനി തുടങ്ങണം എന്നൊന്നും നിർബന്ധമില്ല. 18-ാം വയസ്സിൽ തുടങ്ങാം, 23-ാം വയസ്സിൽ തുടങ്ങാം, 50-ാം വയസ്സിൽ തുടങ്ങാം. KFC തുടങ്ങിയ പുള്ളി 55-ാം വയസ്സിലോ മറ്റുമാണ് KFC തുടങ്ങുന്നത്. ഇറ്റ് ഡസൻറ്റ് റിയലി മാറ്റർ. സോ ഇറ്റ്സ് നോട്ട് എ റേസ്. ഫൈൻഡ് വൈ യു വാണ്ട് ടു ഡു എ സ്റ്റാർട്ടപ്പ് ആൻഡ് ദെൻ ഡു എ സ്റ്റാർട്ടപ്പ്. അർജുൻ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അർജുന് ചോദിക്കാം. കരുൺ ചോദിക്കുന്നു യുവർ ഫ്യൂച്ചർ പ്ലാൻസ്. തൽക്കാലം സൂമിൻഫോയിൽ നിൽക്കുക, പഠിക്കുക. സൂമിൻഫോ ഇസ് എ ഹ്യൂജ് കമ്പനി. $750 million ഞങ്ങളുടെ പെർ ഇയർ റവന്യൂ. ഐ എം റിപ്പോർട്ടിംഗ് ടു ദ സിഇഒ. ഇറ്റ്സ് എ ഹ്യൂജ് റോൾ. സാധാരണ ഒരാൾക്ക് 45-ാം വയസ്സിലോ 50-ാം വയസ്സിലോ ഒക്കെയാണ് ഒരു സീനിയർ വൈസ് പ്രസിഡന്റ് ഓഫ് എ പബ്ലിക് കമ്പനി ആവാൻ പറ്റുന്നത്. എനിക്കിപ്പോൾ 32 വയസ്സുണ്ട്. അപ്പോൾ അവിടെ അതുപോലെ ഒരു റോളിലെത്താനും അവിടെ ഇരിക്കാനും പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പം യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, കണ്ടിന്യൂ ടു വർക്ക് ഹാർഡ്. അതിനുശേഷം ഐ ബിലീവ് ദാറ്റ് ഐ ഹാവ് മോർ കമ്പനീസ് ഇൻ മീ. അപ്പോൾ ഐ വിൽ ഗോ ബാക്ക് ആൻഡ് ബിൽഡ് മോർ കമ്പനീസ്. ഇൻ ദ മീൻ വൈൽ ഐ ഇൻവെസ്റ്റ് ഇൻ അതർ കമ്പനീസ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഫൗണ്ടേഴ്സിൻ്റെ കമ്പനീസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കുറേ നാളായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പം അത് കുറച്ചുകൂടെ ഇപ്പം ഇൻസെൻറ്റീവ് സെല് ചെയ്ത് ആ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം കുറച്ചുകൂടെ വന്നതുകൊണ്ട് ഐ എം ഇൻവെസ്റ്റിംഗ് മോർ ഇൻ ടു കമ്പനീസ് നൗ. ദെൻ ഹെൽത്ത് നോക്കുന്നത് എൻ്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് അച്ചീവ്മെന്റ്സ് ഡൂയിങ് ഇൻസെൻറ്റീവ്സ്. ഇൻസെൻറ്റീവ് തുടങ്ങിയപ്പോൾ ഞാൻ 72 കിലോ ഉണ്ടായിരുന്നു. ഇൻസെൻറ്റീവ് വിറ്റപ്പോൾ ഞാൻ 70.5 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ്സ് എ പ്രിറ്റി ബിഗ് അച്ചീവ്മെന്റ്. എന്ന് വെച്ചാൽ ബേസിക്കലി ഐ ടേക്ക് കെയർ ഓഫ് ഹെൽത്ത്. ഞാൻ മിക്ക ദിവസങ്ങളിൽ 4 ദിവസമെങ്കിലും രാവിലെ 20 മിനിറ്റ് 25 മിനിറ്റ് ഓടാൻ പോകാറുണ്ട്. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഡയറ്റ് നോക്കാറുണ്ട്. ജങ്ക് ഫുഡ് വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ആൽക്കഹോളോ അതുപോലത്തെ കാര്യങ്ങൾ വളരെ 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 കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. വളരെ കാഷ്വൽ സോഷ്യൽ ഡ്രിങ്കർ മാത്രമാണ് ഞാൻ. ദാറ്റ്സ് പ്രിറ്റി ക്രിട്ടിക്കൽ. ഞാൻ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ ഐ വോണ്ട് കണ്ടിന്യൂ ഡൂയിങ് ദോസ് തിങ്സ് സോ ദാറ്റ് ഹെൽത്ത് ഇസ് നോട്ട് ഗെറ്റിംഗ് എഫക്റ്റഡ്. കുറച്ച് വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ലൈഫിൽ. വെദർ ഇറ്റ് ഈസ് ക്ലൈമറ്റ് ചേഞ്ച്, വെദർ ഇറ്റ് ഈസ് ഹെൽത്ത് കെയർ, വെദർ ഇറ്റ് ഈസ് എഡ്യൂക്കേഷൻ,
അങ്ങനത്തെ കുറച്ച് എന്താ മീറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ്. നമ്മൾ ഓരോ ലെവലിൽ നിൽക്കുമ്പോഴും ദ എബിലിറ്റി ഫോർ യു ടു സോൾവ് പ്രോബ്ലംസ് ഡിഫർ. നമ്മളൊരു ഇപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ കമ്പനി തുടങ്ങുമ്പം ഞാൻ പോയി പോവർട്ടി സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഐ എം ടു സ്മോൾ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. അടുത്ത ലെവലിൽ നിൽക്കുമ്പോൾ ഐ ക്യാൻ ഡു സംതിങ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഐ ക്യാൻ ആസ്പയർ, എന്താ ഇവിടുത്തെ US ഭാഷ ഐ ക്യാൻ സ്വിങ് ഫോർ ദ ഫെൻസസ് എന്ന് പറയും, ബേസ്ബോളിന്റെ ഭാഷയിൽ ക്യാൻ സ്വിങ് ഫോർ ദ ഫെൻസസ്. അപ്പോൾ ഐ ക്യാൻ ടേക്ക് എ റിയലി ബിഗ് പ്രോബ്ലം ആൻഡ് ട്രൈ ടു സോൾവ് ഇറ്റ് നെക്സ്റ്റ് ടൈം when I do a company. അപ്പോൾ അതായിരിക്കും ഫ്യൂച്ചർ പ്ലാൻസ്. ഫേവറേറ്റ് ബുക്സ്, ലീൻ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ഗോ റീഡ് ഇറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി ഗുഡ് ബുക്ക്. അത് ഒരു മെത്തഡോളജി തരുന്ന ഒരു പുസ്തകമാണ്. അത് ദാറ്റ്സ് വെരി ഗുഡ്. വേറെ ഏതാണ്? Zero to One, Peter Thiel. That's a pretty interesting book. ഞാൻ ഒത്തിരി പുസ്തകം വായിക്കുന്ന ഒരാളല്ല കേട്ടോ, ബൈ ദ വേ. ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ റീഡിങ്. ഞാൻ ഒരുപാട് ബ്ലോഗും പോഡ്കാസ്റ്റും വീഡിയോസും ഒക്കെ കാണാറുണ്ട്, പക്ഷെ നോട്ട് സോ മച്ച് ഓഫ് എ ബുക്ക് റീഡിങ് ഗൈ. ഐ നോട്ട് പ്രൗഡ് ഓഫ് ഇറ്റ്. കുറച്ചുകൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം അത്. പക്ഷെ ആ 2 പുസ്തകം നല്ലതാണ് നിങ്ങൾക്ക്, എസ്പെഷ്യലി ലീൻ സ്റ്റാർട്ടപ്പ്. ദാറ്റ് ഗിവ്സ് യു എ മെത്തഡോളജി. അത് സ്റ്റാർട്ടപ്പിന് മാത്രമല്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു മെത്തഡോളജി തരും. ഒരു ഫീഡ്ബാക്ക് എടുക്കുക, ചെറിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക, വാലിഡേറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക, എഡിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സർക്കുലർ, ഒരു വാട്ടർഫാൾ മോഡലിന് പകരം ഒരു സർക്കുലർ മോഡൽ നിങ്ങൾക്ക് തരും ലീൻ സ്റ്റാർട്ടപ്പ്. ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ഇൻ എനിത്തിങ് ദാറ്റ് യു ഡു. വേർ ആർ ഗ്രാജുവേറ്റ്സ് ലാഗിങ് ഫ്രം ഹയറിംഗ്? ഒത്തിരി കാര്യങ്ങളുണ്ട്. മെയിൻലി മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ വളരെ കുറവാണ്. യു ഹാവൻറ്റ് ബിൽറ്റ് തിങ്സ്, റൈറ്റ്? പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എത്ര പേരുണ്ട് നിങ്ങളുടെ സ്വയം? എൻ്റെ ബാച്ചിലാകെ 3 പേരെ ഉള്ളായിരുന്നു സ്വന്തമായിട്ട് പ്രോജക്റ്റ് ചെയ്തത്. അത് ദാറ്റ്സ് വെരി ബാഡ്, റൈറ്റ്? ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഡു സംതിങ് ഓഫ് യുവർ ഓൺ. അത് ആ സമയത്ത് പോയിട്ട് എൻ്റെ ബാച്ചിൽ ഒരാൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഏതാണ്ടൊരു സാധനം, ഒരു വീടോ ഏതാണ്ടായിരുന്നു, അതെങ്ങാണ്ടൊന്ന് പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് പ്രോജക്റ്റിന്റെ തലേദിവസം ഞാനും വേറെ 2 ബാച്ചുണ്ട്, ഞങ്ങൾ മരിച്ചു കിടന്നിട്ട് എങ്ങനെയും ഒന്ന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ സൈഡിൽ കട്ടിലൊക്കെ കിടന്നുകൊണ്ട് പച്ച ഇതെടുത്ത് വെച്ച് പുല്ലിനെ പെയിന്റ് അടിക്കുകയാണ്, ലൈക്ക് നാളെ പ്രസന്റ് ചെയ്യാനായിട്ട്. സോ ഐ മീൻ, വൈ വുഡ് യു ഡു ഇറ്റ്, റൈറ്റ്? അതിന് ഒരു റീസണും ഇല്ല. ഇറ്റ്സ് യുവർ ഓപ്പർച്യൂണിറ്റി ടു ഡു സംതിങ്, maybe fail, and that's okay. ഞാൻ എൻ്റെ മിനി പ്രോജക്റ്റ് ഒരു എന്താ 3-wheeled റോബോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് മോട്ടർ കിടന്ന് കറങ്ങിയതല്ലാതെ റോബോട്ട് മുന്നോട്ട് പോയില്ല. സോ ആൻഡ് ദാറ്റ്സ് ഫൈൻ. ദാറ്റ്സ് എൻ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ ലാക്ക് ചെയ്യുന്നത് യു ആർ നോട്ട് ടേക്കിംഗ് ഇനഫ് ടൈം ടു ഡു തിങ്സ് ഓൺ യുവർ ഓൺ, റൈറ്റ്? നിങ്ങളെല്ലാവരും ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടം, സീ ഗൈസ്, ഡു സംതിങ്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് പോയിട്ട് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുക, go interview other people, അല്ലെങ്കിൽ go write a blog post, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഉള്ളവർക്ക് go take some photos. മൊബൈൽ ആപ്പ് എഴുതാൻ അറിയാവുന്ന, പ്രോഗ്രാമിംഗ് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും go learn some programming. എന്നിട്ട് go write a mobile app. വലിയ ഭീകരതൊന്നുമില്ല, ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു വെതർ ആപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ടൈം സോൺ കൺവേർട്ടർ ഉണ്ടാക്കുക. go create something. ക്രിയേഷൻ എന്ന് പറയുന്നത് ആണ് ഹ്യൂമൻ റേസിന്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ്. ആനിമൽസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഹ്യൂമൻസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ ഒരു തിയറി ഉണ്ട്, ദാറ്റ് ഈ വേൾഡിൽ 85% കൺസ്യൂമേഴ്സും 15% പ്രൊഡ്യൂസേഴ്സുമാണ്. ഈ 15% പ്രൊഡ്യൂസേഴ്സ് ആർ ഫീഡിങ് ദ 85% കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഐ റിയലി വോണ്ട് ടു ബി ഇൻ ദാറ്റ് 15%. ഐ ഡോണ്ട് വോണ്ട് ടു ബി ഇൻ ദ 85%. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഭയങ്കര സിമ്പിൾ ചോയ്സ് ആണ്. ഡു യു വാണ്ട് ടു ബി എ കൺസ്യൂമർ വിച്ച് കൺസ്യൂംസ് എവറിത്തിങ് ഫ്രം ദ വേൾഡ്, ഓർ ഡു യു വാണ്ട് ടു ബി എ പ്രൊഡ്യൂസർ ഹു ക്രിയേറ്റ്സ് ഫോർ യു ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, റൈറ്റ്? അപ്പോൾ what I suggest is go be a producer, don't be a consumer. You are also a consumer when you're a producer, but the thing is, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് is more than what you consume, right? അങ്ങനെ ആവാൻ ശ്രമിക്കുക. അങ്ങനെ ആവണമെങ്കിൽ you need something that you can offer to the world that others cannot offer to the world, right? അതിന് പഠിക്കണം ഒരുപാട്. അപ്പൊ അതിന് വേണ്ടത് ക്രിയേഷൻ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണ് പാഷനേറ്റ് ആവുന്നത്, എന്താണ് എനിക്ക് ഇഷ്ടമുള്ളത്, ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, you will stick to it. I love designs. I love to see how this thing will actually work. ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, where you latch upon to your passion, അതാണ് നിങ്ങളുടെ കരിയർ ഡിഫൈനിങ് മൊമെന്റ്. അത് നിങ്ങൾ 18-ാം വയസ്സിലല്ല, ചിലർ 28-ാം വയസ്സിലാണ്, and that is fine. It's not about when you get to it. The important thing is you are on a path to get to it, and the only way
where you can get onto it is by trying new things. Try ചെയ്യണമെങ്കിൽ you have to be hands on. You have to go create something or the other. അതാണ് ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നത്. Whenever I see somebody ക്രിയേറ്റിംഗ് സംതിങ്, ഞാൻ ഇപ്പം ടോക്കച്ചിൽ ഞാൻ ഒരു സെഷൻ എടുക്കാൻ പണ്ട് പോയപ്പോൾ ഒരു പയ്യൻ, വയനാട്ടിൽ നിന്ന് ഒരു പയ്യനുണ്ട്, അവന് അമേസിങ് ഡിസൈൻസ്. പക്ഷേ കോളേജിൽ നിന്ന് കാശടയ്ക്കാൻ കാശില്ല, ഹോസ്റ്റലിലേക്ക് കാശടയ്ക്കാൻ കാശില്ല. പ്രൊഫോണ്ടസിൽ ഞങ്ങളുടെ കമ്പനി വി സ്റ്റാർട്ടഡ് സ്പോൺസറിങ് ദാറ്റ് ഗൈ. നൗ ഹി ഈസ് ഡൂയിങ് അമേസിംഗ്ലി വെൽ ഇൻ ഹിസ് കരിയർ. ഒരുപാട് അങ്ങനെ നമ്മൾ കണ്ട അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതാണ് പ്രശ്നം. സെന്റ് ജോസഫ്സ് പാലയിൽ നിന്ന് റിയോൺ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ഇപ്പൊ അവൻ UST-ലാണ്. ഈസ് ഡൂയിങ് റിയലി വെൽ. അവന് ഭയങ്കര അടിപൊളി ഡിസൈൻസ് ആണ് അവൻ ഈ പറഞ്ഞ പോലെ. അവന് ന്യൂഡൽഹി പോയി ഒരു UX വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണം. 10,000 രൂപ ഏതാണ്ട് വേണം. അവൻ്റെ ഇല്ലത്. അവന് ഹി റിയലി വാണ്ട്സ് ടു ഗോ. ഐ ജസ്റ്റ് സെഡ് ഹിയർ ഇസ് 10,000, ഗോ ടേക്ക് യുവർ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഗോ. അവൻ പോയി അത് അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. അവന് അതിന് പകരം വേറെ കുറെ ജോലി എനിക്ക് അതും ഇതുമൊക്കെ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് ഇക്വേറ്റ് ദാറ്റ് ടു 10,000. പക്ഷേ ഹി ഈസ് സച്ച് എ ഗുഡ് ഗായ്. ബട്ട് അങ്ങനത്തെ വളരെ കുറച്ച് പേരെ എനിക്ക് കാണാൻ കിട്ടുന്നുള്ളൂ. നിങ്ങളിലൊക്കെ ടാലന്റ് ഉണ്ട്. എന്താ ടാലന്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ബട്ട് യു ഹാവ് ടു ക്രിയേറ്റ് സംതിങ്, ട്രൈ ന്യൂ തിങ്സ് സോ ദാറ്റ് യു ക്യാൻ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പലരും ആസ്പയർ ചെയ്തെത്താൻ ശ്രമിക്കുന്നിടത്തോട്ട് എത്തണമെങ്കിൽ യു ഹാവ് ടു ട്രൈ ന്യൂ തിങ്സ്. ഓക്കെ, ഐ ഗെസ് ഞാൻ ഇനിയും പറഞ്ഞ് നീട്ടുന്നില്ല. ഓൾറെഡി ജേക്കബ് സാറും സലി സാറും ഒക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. താങ്ക് യു നിങ്ങൾക്കൊക്കെ. ലെറ്റ്സ് വൈൻഡ് അപ്പ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിക്കാൻ വേറെ ഇതുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വരും. ടൈം നമ്മൾ അങ്ങോട്ടും കൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ. ബട്ട് ഐ എം ഹാപ്പി ടു കം ബാക്ക് ഇഫ് യു തിങ്ക് ഇറ്റ്സ് ഓഫ് ഹെൽപ്പ്. അർജുൻ അല്ലെങ്കിൽ ശ്രീഭാഗ്യ. താങ്ക് യു സോ മച്ച് ചേട്ടാ ഫോർ ഷെയറിങ് യുവർ ജേർണി വിത്ത് us. റിയലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? സോ ആസ് അർജുൻ ചേട്ടൻ ഓൾവേസ് സേസ്, learn as much, pay forward, leave the world. എവിടുന്ന് കണ്ടുപിടിച്ചു അത്? ചേട്ടന്റെ ഒരു ഇന്റർവ്യൂന്ന് കിട്ടിയതാണ്. ബട്ട് ഐ ഫൗണ്ട് ഇറ്റ് സോ സ്ട്രൈക്കിംഗ്. അത് കുറെ നാൾ മുമ്പ് എനിക്ക് ഒരു ഇതാണ്. That's what I try to do. Learn as much, pay it forward, and then finally leave the world whenever that is. So on behalf of Product and CC family, I would like to extend my sincere gratitude to Cheta and to all those who attended the session, and especially to our principal, Shailesh sir, and all HODs. Once again, thank you so much. Thank you. Thank you, everybody. Thank you, Arjun, for your wonderful session. We would like to hear more from you in the coming days. And there are good budding engineers in CEs here right now also. Like Vishnu, who is actually doing some wonderful ideas, working with some wonderful ideas and doing some projects in product. Would like to hear more from you. Thank you very much. Thank you, Shailesh sir, Madhu sir, for coordinating. Thank you all for participating. Thank you. Thank you. Bye. Good night. Okay, thank you Arjun once again.